Pastor C.T. Jacob. Praise the Lord. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സുഖിത്വ പിതാവേ, ഇന്നലെ രാത്രി സമയത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ഇന്ന് രാത്രിയിലും അവിടുത്തെ കൃപയെ ശരണപ്പെട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം ഒരവസരം കൂടി തന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായിരുന്നു, സമർപ്പണത്തിന് കാരണമായി തീർന്നു. ഞങ്ങളെ തന്നെ ഒന്നുകൂടി ചോദന ചെയ്യുവാനും കർത്താവിന്റെ സ്ഥിതിയിൽ ഞങ്ങളെ തന്നെ കാണുവാനും അവസ്ഥകളെ കണ്ട് മനസ്സിലാക്കുവാനും ഇടയാക്കൊണ്ടിരുന്നുണ്ട്. ഞങ്ങൾ നിശ്ചയിക്കുന്നു ഇന്ന് രാത്രിയിലും കർത്താവെ പരിശുദ്ധാത്മാവിന് ശക്തമായി ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിന്റെ ശക്തിയോട് കർത്താവെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കർത്താവിന്റെ സ്ഥിതിയിലായിരിക്കാനും ദൈവവചനം കേട്ട് സമർപ്പിക്കപ്പെടുവാനും കാരണമാക്കി തീർക്കണമേ. ആരാധനയ്ക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. ശക്തമായി കർത്താവെ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒന്നിച്ച് ആരാധിപ്പാൻ ദൈവമിടയാക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, സഭയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. വലിയ അത്ഭുത പ്രവർത്തികളെ കണ്ട് സന്തോഷിപ്പാൻ, ദേശത്ത് വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ തടസ്സങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുകയാണ് കർത്താവെ. ഒരു വിജയത്തിലേക്ക് സ്വർഗം ഞങ്ങളെ നടത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ വീക്ഷിക്കുന്ന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുനാമം സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. പലയിടത്തും ഹല്ലേലൂയ സ്തോത്രം ശക്തമായ മഴയുടെ മാറ്റങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സ്തോത്രം. ബോംബെയിലും അതുപോലെ തന്നെ കേരളത്തിലും മറ്റു പല ദേശങ്ങളിലും ശക്തമായ മഴ, കണ്ടിന്യൂ മഴയാണ്. ഞങ്ങളും യാത്ര തിരിച്ച് പിംബ്രിയിൽ എത്തിച്ചേർന്നു. സ്തോത്രം. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു, ചർച്ചിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ശക്തമായ മഴയായിരുന്നു, കണ്ടിന്യൂ മഴയായിരുന്നു. എങ്കിലും ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. സ്തോത്രം. എങ്കിലും ഈ രാത്രി ദൈവമക്കളെ പ്രാർത്ഥനയായിരിക്കാം. ഹല്ലേലൂയ. എങ്ങും ഒരു തടസ്സം ഒരു കാര്യത്തിൽ ഉണ്ടാകാതെ പരിശുദ്ധാത്മാവ് എല്ലാം നിയന്ത്രിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കൂടി ജനത്തെ ഇന്ന് രാത്രി ദൈവം ശക്തീകരിക്കട്ടെ, തൃപ്തരാക്കട്ടെ. ദൈവങ്ങളെ കേൾപ്പിക്കാം. പ്രാരംഭ സമയങ്ങൾ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി സമയമാണല്ലോ. വളരെ പ്രാർത്ഥന രാത്രികാലമായിരിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിലും ഇന്നും അത് നാളെയും ഹല്ലേലൂയ അരമ്യ ബാൻഡ്, ഹല്ലേലൂയ സുധപ്രിയ സോളം ബ്രദർ, ഹല്ലേലൂയ അതുപോലെ തന്നെ ബ്രദർ ബ്രൈറ്റ്, ഈ ടീം ഒരുമിച്ച് നമ്മുടെ മധ്യയുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വളരെ ശക്തമായ ആരാധനയിൽ ലീഡ് ചെയ്യുവാൻ ഇടയാത്തുന്നല്ലോ. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ ദിവസമായിരിക്കാം. ആ പ്രിയ സഹോദരങ്ങൾ നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കുക. അവർ ഒത്തുചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. നാം ഒരുമിച്ച് അവരുടെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. കരങ്ങളെ കേൾപ്പിക്കുക. 9 നിമിഷങ്ങൾ ലീഡ് ചെയ്യാൻ നോക്കണം. ആ പ്രിയ സഹോദരങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ പാടി ആരാധിപ്പാനും വചനങ്ങളെ കേൾക്കുവാനും കർത്താവ് നമുക്കൊരുക്കുന്ന വിലയേറിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആദ്യമായി നമുക്കൊരു ഹിന്ദി ഗാനം ശ്രവിക്കാം. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാര എന്നുള്ള അർത്ഥവത്തായ ഗാനം നമുക്ക് ഹിന്ദിയിൽ ശ്രവിക്കാം. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. हर पल यीशु के संग में, हर रोज उसके सहारे, हर पल यीशु के संग में, हर रोज उसके सहारे, जुदा में हो नहीं सकती तुझसे मेरे यीशु प्यारे, जुदा में हो नहीं सकती तुझसे मेरे यीशु प्यारे। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से,
मोहब्बत है, मोहब्बत है, मोहब्बत है യേശു से ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ യേശുനാഥാ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ യേശുനാഥാ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ില്ലല്ലോ അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. മോഹബത്ത് ഹേ, മോഹബത്ത് ഹേ, മോഹബത്ത് ഹേ യേശു സേ, മോഹബത്ത് ഹേ, मोहब्बत है, मोहब्बत है യേശു से. हालेलुया, मोहब्बत से, मोहब्बत है, मोहब्बत है യേശു है. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. എന്നാൽ ആ കഷ്ടതയുടെ നടുവിലും ദൈവമക്കളുടെ പ്രത്യാശ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഈസി അല്ല. തിരമാലകൾ ഉയരും, കൊടുങ്കാറ്റുകൾ വീശും, വഴികൾ അടഞ്ഞതായി തോന്നും. എന്നാൽ ദൈവമക്കൾക്ക് കാണാൻ സാധിക്കും, പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലും കർത്താവിൻ്റെ ആ സാന്നിധ്യം, കർത്താവിൻ്റെ ആ കരുതൽ, കർത്താവിൻ്റെ ആ ഇമ്പമുള്ള സ്വരം കേൾപ്പാൻ കഴിയും. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: പാലിൽ പാർക്കും അൽപായുസിൽ വൻ തിരകൾ ഏറുമ്പോൾ, തീരം വിട്ടു ഞാൻ പോകുമ്പോൾ, എൻ പടകിൽ ഞാൻ ഏകനെന്ന് തോന്നുമ്പോൾ, ആശയറ്റുന്ന സാഹചര്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആ സ്വരം കേൾപ്പാൻ കഴിയും. ചാരത്തുണ്ട്, ആ പ്രിയൻ നമ്മുടെ ചാരത്തുണ്ടെന്നുള്ള ആ ഇമ്പസ്വരം, പ്രിയ ദൈവമക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള ഇമ്പസ്വരം നമുക്ക് ശ്രവിക്കാൻ കഴിയും. സമർപ്പണത്തോടെ ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. ദൈവം നമ്മളെ ഒരുമിച്ച് അങ്ങിടയാക്കുന്ന ദയക്കായി സ്തോത്രം. Praise God. വൻ തിരകളേറുമ്പോൾ, തീരം വിട്ടു ഞാൻ പോകുമ്പോൾ. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് പാടി കർത്താവിനെ ആരാധിപ്പാനിടയാകട്ടെ. Praise God. Hallelujah.
വൻതീരകളലങ്ങുമ്പോ തീരം വിട്ടു ഞാനോകുമ്പോ എൻ പടകിൽ ഞാനേകനായി ആശയറ്റെന്നു തോന്നുമ്പോ വൻതീരകളലറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പാടകിൽ ഞാനേകനായി ആശയറ്റെന്നു തോന്നുമ്പോൾ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരീരും ബാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനെൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. രോഗദുഃഖങ്ങളേറുമ്പോൾ മാനപീഡകളേറുമ്പോൾ ക്രൂശിൽ പങ്കപ്പാടേറ്റതാം യേശു മാത്രമെന്നഭയം. രോഗപീഡകളേറുമ്പോൾ മാനപീഡകളേറുമ്പോൾ ക്രൂശിൽ പങ്കപ്പാടേറ്റതാം മാത്രമെന്നഭയം. മാറിൽ ചേർന്നണച്ചിടും ചേനിൽ നിന്നുയർത്തിടും കാതിൽ സ്വാന്തനമോദിടും, കാതിൽ സ്വാന്തനമോദിടും. ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും എൻ തുണ. ദേഹം ഉപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും എൻ തുണ. കാണും മാറുകയിൽ ഞാൻ വീണ്ടെടുത്തൊരു സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ, എന്നെ കാത്തു നിൽക്കും സംഘത്തെ. കൺകൾ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ സാരപ്പളികളാൽ കണ്ണഞ്ചിക്കുന്ന വീതികൾ. കൺകൾ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ സാരപ്പളികളാൽ കണ്ണഞ്ചിപ്പിക്കുന്ന
വീതികൾ എൻ സ്വന്തമായി തീരുമ്പോൾ യേശുവിൻ പാദം മുത്തും ഞാൻ. പൊൻവീണകളിൽ പാടും ഞാൻ, പൊൻവീണകളിൽ പാടും ഞാൻ. പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി. കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വാഹിച്ചിടും. പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാനമേ. എനിക്കായി പിളർന്ന പാനമേ, എനിക്കായി പിളർന്ന പാനമേ, എനിക്കായി പിളർന്ന പാനമേ, എനിക്കായി പിളർന്ന പാനമേ. തുടർന്ന് നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിയിടും ഞാൻ ഉലകിൽ. പ്രൈസ് ഗോഡ്. ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനിൻ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മാനവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മാനവിടമാണ് ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളാതൻ കുഞ്ഞിനെ മാറം നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളാതൻ കുഞ്ഞിനെ മാറം നീടിലും മാറ്റം ഭവിക്കാത്തവൻ. ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അളക്കുന്ന കരുത്തേടും യാഹവൻ താൻ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അളക്കുന്ന കരുത്തേടും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ.
അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ളം കാലങ്ങുന്ന നേരത്ത് പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കാലങ്ങുന്ന നേരത്ത് പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കാലത്തിൽ വരച്ചവനോർവിക്കധീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കാലത്തിൽ വരച്ചവനോർവിക്കധീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാലയ്ക്കിരയ മാറുകിലും. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാലയ്ക്കിരയ മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ പാറയാകുമേശുനാഥാ എന്നെ കാക്കും ദൈവം നീയേ. എൻ്റെ പാറയാകുമേശുനാഥാ എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ എന്നെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ എന്നും എന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകർന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കും യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്,
ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നെന്നും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. സമയം കർത്താവിന്റെ ദാസനമേക്ക് കൈമാറുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. Pastor, unmute. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ 5-ാം ദിനം രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഈ മുഖം നോക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. കഴിഞ്ഞ 4 രാത്രികളിലും കഴിഞ്ഞ 5 പകലുകളും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവയിടയായി തീർന്നു. ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവത്താൽ കൂടി ദൈവിക ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളത്തിന് ആശ്വാസവും ധൈര്യവും ദൈവകൃപയെ പകർ അനുഭവങ്ങളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം കേൾക്കുന്ന സമയം പതിനങ്ങൾ ഹല്ലേലൂയ വലിയ ദൈവ കൃപ അനുഭവിപ്പാൻ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓരോ ഉള്ളത്തോട് സംസാരിപ്പാൻ ഹല്ലേലൂയ ഈ രാത്രിയുടെ ആകട്ടെ പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ കേൾപ്പിക്കാം. നമുക്കറിയാം ആദ്യമേ പറഞ്ഞതുപോലെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ കണ്ടിന്യൂ മഴ, അല്ലെങ്കിൽ നെറ്റ്വർക്കിന് പല ഇഷ്യൂസ് പലയിടങ്ങളിലും ഉണ്ട്. ഹല്ലേലൂയ. എങ്കിലും ഈ മഴയുടെ കെടുതികൾ ആർക്കും ഒരു കേടും വരാതെ എല്ലാവരെയും കാത്തു പരിപാലിപ്പാടിയാകണം. പല ദേശങ്ങൾ, പലയിടങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ കണ്ടിന്യൂ മഴയാണ്. ഹല്ലേലൂയ. 2 ദിവസമായി കണ്ടിന്യൂ മഴയാണ്. എന്നാൽ ആർക്കും ഒരു കേടും വരാതെ കാക്കുവാൻ ദൈവജനമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസ്നേഹം നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതേ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട പലരും യാത്രകളൊക്കെ ആയിരിക്കുന്നു. ദൈവമെല്ലാം കൺമണി പോലെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിലെ ഈ കുടിവരവ് ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ. പരിശുദ്ധാത്മാവ് ഓരോ ഉള്ളത്തോടും സംസാരിപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ തന്റെ വചനത്തെ ഉറപ്പിച്ചു വായിക്കുന്ന പോലെ ഇന്ന് രാത്രി ദൈവം തന്റെ വചനത്തിന്റെ നല്ല മർമ്മങ്ങൾ ഹല്ലേലൂയ അതെ നമ്മുടെ ഹല്ലേലൂയ ജീവനുള്ള ദൈവം നിങ്ങളുടെ നടുവിൽ ഉണ്ട് എന്ന് അറിയത്തക്കവണ്ണം ദൈവത്തിന് മഹത്വം വെളിപ്പെടുവാനിടയാകട്ടെ. തമ്പുരാക്കളേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. തുടർ ശുശ്രൂഷ അനുഗ്രഹത്തിനായി വചനങ്ങളുടെ അനുഗ്രഹത്തിനായി നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ബിനു വർഗീസ് ദയവായി ശബ്ദമുയർത്തി ഈ രാത്രിയിലെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി കാലാവസ്ഥയുടെ അനുകൂലമായ ക്രമീകരണങ്ങൾക്കായി ദയവായി പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കാം.
സ്വർഗീയ ഞങ്ങളുടെ നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മീറ്റിംഗിന്റെ 5ാമത്തെ രാത്രിയുടെ ഈ സമയത്ത് കർത്താവിന്റെ പാദപീഠാന്തികെ ഞങ്ങൾക്ക് ഒരുമനപ്പെട്ട് ചേർന്ന് വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞങ്ങളെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പിതാവേ, ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവെ സ്തോത്രം, അല്പസമയം ദൈവപാദപീഠത്തിൽ ഇരിക്കുവാൻ, എൻ്റെ കർത്താവെ പ്രാർത്ഥിക്കുവാൻ, അങ്ങയെ പാടി ആരാധിക്കുവാനൊക്കെയായി ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, പാട്ടുപാടി ആരാധിക്കുവാൻ നിന്റെ മക്കളെ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി, കർത്താവരെ ശക്തിപ്പെടുത്തിയതിനായി, കർത്താവരെ ബലപ്പെടുത്തിയതിനായി, അവരെ നാവിലൂടെ കർത്താവെ സ്തോത്രം അനുഗ്രഹീതമായ പാട്ടുകളെ ദൈവം നൽകിയതിനായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. എൻ്റെ കർത്താവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിന്നെ തന്റെ കരങ്ങളിൽ എൻ്റെ കർത്താവ് ശക്തമായി ഉപയോഗിക്കണമേ. ദേശത്തിന്റെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, എൻ്റെ കർത്താവ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ എൻ്റെ കർത്താവ് അനേകർക്ക് അനുഗ്രഹമായി ജീവനും ചൈതന്യവുമായി തീരുവാൻ എൻ്റെ മക്കളെ പിന്നെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. എൻ്റെ കർത്താവെ, ചേർന്ന് വന്ന ദൈവജനത്തിനായി, ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി കർത്താവെ, ഹല്ലേലൂയ, നല്ല നിലത്ത് വിതച്ച വിത്ത് പോലെ ഹല്ലേലൂയ എൻ്റെ കർത്താവെ കേൾക്കപ്പെടുന്ന വചനങ്ങൾ എൻ്റെ കർത്താവെ അത് നൂറുമേനിയായി ഫലം കായ്ക്കത്തക്കവണ്ണം അനുഗ്രഹമായി തീരുവാൻ എല്ലാ ഉള്ളങ്ങളെയും ദൈവം ഇന്ന് രാത്രികാലം ഒരുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കി തീർക്കണമേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവെ, ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കുന്ന അവിടുത്തെ അഭിഷിക്തനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. തന്റെ നാവിന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം, തന്റെ നാവിന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ, തന്റെ നാവിന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന വചനം എൻ്റെ കർത്താവെ അതേ ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നിന്റെ ഭക്തന്റെ മേൽ ദൈവം കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോട് എൻ്റെ കർത്താവെ സ്തോത്രം, എൻ്റെ കർത്താവിന്റെ പാദപീഠാന്തികെ വന്നവർ ഹല്ലേലൂയ, വിവിധ രോഗങ്ങൾ, വിവിധ ഭാരങ്ങൾ, വിവിധ പ്രയാസങ്ങൾ, വിവിധ കർത്താവെ ആവശ്യങ്ങളുള്ളവരായിരുന്നു. അവരെ എല്ലാവരെയും കർത്താവ് ഹല്ലേലൂയ, അവരെല്ലാവരും തൃപ്തി ആർജിച്ച് ഭവനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കർത്താവെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും ഒരു വിടുതലിന് കാരണമായി തീരണമേ. നിന്റെ ഭക്തനെ നിന്റെ കരങ്ങളിലെടുത്ത് ഇന്ന് രാത്രികാലം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവി ശക്തീകരിക്കണമേ. ദൈവിക ആലോചനകളാ നിറയ്ക്കണമേ. എൻ്റെ കർത്താവെ, ഒരു കുറവ് സംഭവിക്കുവാൻ ഇടവരുത്തരുതേ. നെറ്റ്വർക്കിൻ്റെതായ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകല്ലേ. എൻ്റെ കർത്താവെ, ചേർന്ന് വരുവാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നവരിൽ എൻ്റെ കർത്താവ് എല്ലാവരെയും കൂട്ടി വരുത്തണമേ. എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിന് ആശീർവാദം പറയുന്നിടം വരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടാരങ്ങളിൽ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കണം. കർത്താവെ, ഇതിന്റെ കൃപ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. നേർത്ത് കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺസൺ പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്ന, എൻ്റെ കുടുംബത്തിനായി, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന പിതാവേ, നീ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ. നിന്റെ മഹത്വമുള്ള സ്ഥാനത്തിന്റെ മറവിൽ കർത്താവ് കൊടുത്ത ഈ ദർശനം, ശുശ്രൂഷ അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട് തന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരെയും ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പിതാവേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സ്വർഗം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ, 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 ആമേൻ. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വിശേഷാൽ ഹല്ലേലൂയ, മഹാരാഷ്ട്രയിലെ ആന്റി കൺവേർഷൻ ബില്ല് ഹല്ലേലൂയ പാസ്സാക്കുന്ന സമയങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും അതിൻ്റെതായ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല വെല്ലുവിളികൾ ഹല്ലേലൂയ, ദൈവദാസന്മാരുടെ തലയ്ക്ക് വരെ ഹല്ലേലൂയ, അതെ, ഒരു പാസ്റ്ററെ, ഒരു പുരോഹിതനെ കൊന്നു കഴിഞ്ഞാൽ 11 ലക്ഷം രൂപ വരെ കൊടുക്കത്തക്കവണ്ണമുള്ള ആഹ്വാനങ്ങളൊക്കെ ദേശത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതേ സ്വന്തം അനേക ഇടങ്ങളിൽ ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും ദൈവജനത്തെ ഉപദ്രവിക്കുകയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. മഹാരാഷ്ട്രയിൽ അങ്ങനെ ഇതുവരെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നാൽ പ്രത്യക്ഷമായ ചില പ്രതിസന്ധിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദൈവദാസന്മാർ, ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പകൽ നേരങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പിനിടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതെ, ദൈവമക്കൾ, ദൈവം എഴുന്നേൽക്കുന്നിടത്ത് ശത്രുക്കൾ ചിതറിപ്പോകും. ഹല്ലേലൂയ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന നാം പഠിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ സംസ്ഥാനത്ത് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവജനത്തെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവ ഈ ദിവസം വലിയ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. അതെ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കയില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതെ, ഞാൻ വിശ്വസിക്കുന്നു. വചനം പറയുന്നു, ആധിപത്യം അവന്റെ തോളിലാണ്. ഹല്ലേലൂയ. അതെ, ആധിപത്യം അവന്റെ തോളിലാണ്. ആകയാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദയവായി ജോസഫ് ബ്രഹ്മങ്ങൾ ദയവായി ശബ്ദവർത്തി പറയപ്പെട്ട വിഷയങ്ങൾക്കായി ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. ജോസഫ് ബ്രഹ്മങ്ങൾ. പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. തെങ്കിലോൺ ഹാൽ കഴിഞ്ഞ കാലങ്ങളിൽ അടിയങ്ങളെ പ്രാർത്ഥന കേട്ടവനെ ഈ പ്രത്യേക വിഷയം അങ്ങയുടെ അപ്പൻ കരങ്ങളിലേക്ക് അടിയങ്ങൾ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ബിൽ പാസ്സാക്കുവാൻ വേണ്ടി
അങ്ങയുടെ വചനത്തിനെതിരായ പ്രവർത്തിക്കുന്നവർ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് ഒരിക്കലും പാസ്സാകാതിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 10-11 സംസ്ഥാനങ്ങൾ അവർ പാസ്സാക്കിയിട്ടുണ്ട്. എങ്കിലും പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് അടികൾ താഴ്സമർപ്പിക്കുകയാണ്. ശൂഷൻ പാലസിൽ, ശൂഷൻ രാജകൊട്ടാരത്തിൽ ഇറങ്ങിയ തീർപ്പ് അങ്ങ് തന്നെ ഗ്ലോറിഫൈ അത് മാറ്റി എഴുതുവാൻ സ്വർഗം സഹായിച്ചല്ലോ. ഗ്ലോറിഫൈ അതുപോലെ ഇവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്ലാനുകൾ നീങ്ങിപ്പോകട്ടെ, 100%, 100% അത് മാറിപ്പോകട്ടെ, ഇല്ലായ്മയായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും. സ്വർഗത്തിന് ഭൂമിക്കും നാഥനായവന്റെ നാമത്തിൽ ഞങ്ങളത് കൽപ്പിച്ചാക്കുന്നു. അല്ലേ സുഖം ചെയ്യുമാറാകണമെന്ന് അങ്ങയുടെ മക്കൾക്കോ അങ്ങയുടെ സഭകൾക്കോ യാതൊരു നാശവും ഉണ്ടാകാതിരിപ്പാൻ തക്കവണ്ണം, യാതൊരു പ്രയാസം ഉണ്ടാകാതിരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിൻ്റെ രാജകൽപ്പന പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യുന്നതിനാൽ അങ്ങ് വാഴ്ത്തും. അതിനെതിരായി പ്രവർത്തിക്കുന്നവർ അവർ യേശുവിനെ സ്വീകരിക്കട്ടെ എന്നടികൾ അപേക്ഷിക്കുന്നു. അവർക്ക് വേണ്ടി കൂടിയാണല്ലോ ഞങ്ങൾ രാജൻ എഴുന്നള്ളി വന്നത്. സ്വർഗം അത് ചെയ്യുന്നതിനാൽ അങ്ങ് വാഴ്ത്തുന്നു. കഥാപ്രാർത്ഥന കേട്ടതിനാൽ അങ്ങ് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു അങ്ങളെ, താങ്ക് യു. സ്തോത്രം. കർത്താവിന്റെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് രാത്രി സന്തോഷമായിരിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ദൈവം വലിയ ചെയ്യും. ഹല്ലേലൂയ. ദൈവം വലിയ ചെയ്യും. ഹല്ലേലൂയ. ഈ പകൽ സംസാരിക്കട്ടെ തുറന്നു. ഈ ഒരു പ്രാർത്ഥന വെക്കത് ദൈവ നിയോഗത്തോടാണ് വയ്ക്കുവാൻ ഇടയായി തുറന്നത്. ഹല്ലേലൂയ. ദൈവ നിയോഗത്തോടാണ് അത്. ഹല്ലേലൂയ. അതെന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ ഇടപെട്ടത് പ്രകാരമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ സഭയായി ഞങ്ങൾ തീരുമാനിക്കുക ആഗ്രഹിക്കുകയും ചെയ്തത്. ഒന്നാം ദിവസം മുതൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓരോ ഉള്ളത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വരെ സംസാരിച്ച വചനം, ഇന്നലെ വരെ ഇടപെട്ട വചനം, ഓരോ ദൈവദാസന്മാരും വളരെ ഹല്ലേലൂയ കണക്റ്റഡായി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ വരെ സംസാരിച്ച വചനങ്ങൾ എല്ലാം വളരെ ആക്യുറേറ്റ് ആയി കണക്റ്റഡായി സംസാരിക്കുന്നത് കാണാൻ ഇടയായി തോന്നുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരു സാക്ഷികളാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. 38 വർഷം ബെഥസ്ദ കുളക്കലിൽ കിടന്നവന്റെ അടുക്കൽ വന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന ചോദ്യത്തോടെ തുടങ്ങിയ ഹല്ലേലൂയ ഒരു ദൈവിക ശബ്ദം. ഹല്ലേലൂയ. ഒന്നാം ദിവസം കേട്ട അങ്ങനെ ആയിരുന്നു. പരിശുദ്ധ വ്യക്തമായി നമ്മൾ സംസാരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ അപ്രതീക്ഷിതമായ ദൈവിക വിടുതലുകൾ ദേശത്ത് സഭയ്ക്ക് കുടുംബങ്ങളെ അത് ഉണ്ടാകുമെന്ന് തുടങ്ങിയ വചനം. ഹല്ലേലൂയ. കുശവന്റെ വീട്ടിലേക്ക് പോയ ഹല്ലേലൂയ ദൈവ പുരുഷൻ കണ്ട ഒരു വലിയ പണിയുടെ അവസ്ഥകൾ മുൻപിൽ കണ്ടതുപോലെ ദൈവത്തിന്റെ ഇടപെടൽ ഇടയത്തുണ്ടല്ലോ. രണ്ടാം ദിവസം കേട്ടു ഹല്ലേലൂയ അതേ സുതം ശിശു എന്ന അവസ്ഥയിൽ നിന്ന് പുരുഷൻ എന്ന ഹല്ലേലൂയ അതേ അവസ്ഥയിലേക്ക് വളർന്നു വരിക, ഒരു വലിയ മാറ്റം ഹല്ലേലൂയ ഉണ്ടാകുമെന്നുള്ള ദൈവിക ശബ്ദങ്ങൾ നമുക്ക് കേൾപ്പാൻ ഇടയാത്തുള്ളൂ. ഹല്ലേലൂയ. അതേ സ്തോത്രം. മൂന്നാമത് ജീവൻ പാസ്റ്ററുടെ കൂടി കേട്ട ദൈവിക വചനങ്ങൾ. ഹല്ലേലൂയ. നമ്മൾക്കറിയാം ശക്തമായ ദൈവിക ദൂതുകൾ വളരെ ആഴത്തിൽ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അത് വലിയ ശക്തമായ ദൈവിക ദൂതുകൾ കൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. ഇന്നലെ വരെ ഇന്നലെ കേട്ട വചനം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ ദാസി എന്ന അളവിൽ നിന്ന് മാറി ഹല്ലേലൂയ യജമാനത്തി, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന ലെവലിലേക്ക് വളരുന്ന ഒരു പ്രത്യാശയുടെ അനുഭവങ്ങൾ കൂടെ കേൾപ്പാൻ നമുക്ക് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എത്രയോ വലിയ കാര്യമാണ്. ഹല്ലേലൂയ. എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്, ദൈവം നമ്മെ യോഗ്യരാക്കിയത്, ഹല്ലേലൂയ ദൈവം നമ്മെ ഹല്ലേലൂയ ഓരോ അവസ്ഥയിൽ കൊണ്ടു നിർത്തിയത് എത്രയോ അനുഗ്രഹത്തോടെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ കഴിവ് നോക്കിക്കൊണ്ടോ നമ്മുടെ മിടുക്ക് നോക്കിക്കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിന് മഹാദയാണ്. കരുണ കാണിക്കേണ്ടവരോട് ദൈവത്തിന് കരുണ കാണിക്കുന്നു. മനസ്സലിനോട് മനസ്സ് ദൈവമാണ്. ഹല്ലേലൂയ. അതേ അതുകൊണ്ട് വചനം പറയുന്നത് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, കാരണം ദൈവത്താൽ അത്രേ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുന്നതും തിരികിതം ഉണ്ടായി സംഭവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം, വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങൾ വിശ്വസിക്കണം, വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ ഞങ്ങൾ അവന്റെ വചനത്തിലും അവന്റെ വാഗ്ദത്തങ്ങളിലും ഹല്ലേലൂയ അവന്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കലും ദൈവമക്കളെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കേ. ഹല്ലേലൂയ. അത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യമാണ്. നമ്മളൊക്കെ ചോദിക്കും ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഒരു ഉത്തരം പറയാൻ കഴിയും, യഹോവയാൽ സംഭവിക്കും. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൈവത്തിന് വചനം ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമാ, പലതും അസാധ്യമാ. ഹല്ലേലൂയ. പലതിന്റെയും അതിരുകളിൽ നാം എത്തപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമുക്ക് ഡെഡ് ലൈൻസ്, ഹല്ലേലൂയ അത് അന്ത്യം കുറിക്കുന്ന ചില സമയങ്ങൾ, ചില ഡേറ്റുകൾ,
ചില സമയങ്ങൾ, ചില അതിരുകൾ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എടുത്ത ദിവസങ്ങളുടെ ഒരു വചനമുണ്ട്, ഇങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. നയിൻ പട്ടണത്തിലെ ഹല്ലേലൂയ ആ വിധവയായ പ്രിയപ്പെട്ടവരുടെ മകൻ മരിച്ചുപോയ സംഭവം. ഹല്ലേലൂയ. അവളുടെ ഹല്ലേലൂയ സകല പ്രതീക്ഷ, ഭർത്താവ് മരിച്ചു, സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അവളുടെ മകൻ മരിച്ചു, അവ ഏക ആശ്രയമായിരുന്ന ഒരു കുഞ്ഞു പൈതലായിരുന്നു, അതും മരിച്ചു. ഹല്ലേലൂയ. സകല പ്രതീക്ഷകളും അവസാനിച്ചു, സകല ആശ്രയങ്ങളും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതേ ആ ബോഡി എടുത്തുകൊണ്ട് സ്വത്രം കടന്നു പോകുന്ന യാത്രയിൽ ഹല്ലേലൂയ അതേ നഗരവാതിലോളം എത്തി. ഹല്ലേലൂയ. ആ വാതിൽ കടന്നാൽ അടുത്തത് സെമിട്രിയാണ്. സ്തോത്രം. അടുത്ത കാൽ വെച്ചാൽ, അടുത്ത ചൂട് വെച്ചാൽ ഹല്ലേലൂയ അതേ സ്തോത്രം സെമിട്രിയാണ്. പക്ഷേ ഹല്ലേലൂയ അത് കടക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. അരിമനാഥന്റെ ശബ്ദം, അരിമനാഥന്റെ ഹല്ലേലൂയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. സ്തോത്രം. മരിച്ച ഹല്ലേലൂയ മകനെ ആ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. ഹല്ലേലൂയ. എല്ലാം അവസാനിച്ചു നാം പറയുമ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഉണ്ട്. ദൈവം മറന്നുപോയിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഞാൻ പകൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കുശവന്റെ വീട്ടിലെ ഹല്ലേലൂയ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്തോത്രം ചക്രത്തെ കുറിച്ചും മണ്ണിനെ കുറിച്ച് നമ്മൾക്ക് പ്രസംഗിക്കുന്നവരാ. ആ കുശവന്റെ വീടിന്റെ പറമ്പിൽ നോക്കിയാൽ ഒരു ഭാഗത്ത് പൊട്ടിപ്പോയ ചില പാത്രങ്ങൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ. കാലാകാലങ്ങളായി തന്റെ കൈകൊണ്ട് നിർമ്മിച്ച ഹല്ലേലൂയ പാത്രങ്ങൾ അത് ചൂളയിൽ വെച്ച് ഹല്ലേലൂയ അതേ സ്തോത്രം അത് പൊട്ടി തകർന്നു പോയതാണ്. അത് ചൂളയിൽ വെക്കുന്നതിന് മുൻപ് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. പക്ഷേ ചൂളയിൽ വെച്ച ശേഷം അത് പൊട്ടി തകർന്ന ചില പാത്രങ്ങളായിരുന്നു. അതിനെ കോരി കൊണ്ടിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാപ്രവചനം പറഞ്ഞത് കലനൂർക്കായിരിക്കെ ഹല്ലേലൂയ അതേ സ്തോത്രം പ്രസവിച്ചവളോട് നിന്നെ പ്രസവിച്ചു എന്നും ജനിപ്പിച്ചവളോട് എന്തിനു ജനിപ്പിച്ചു എന്ന് ചോദിക്കുന്ന അയ്യോ കഷ്ടം എന്നൊരു വചനം കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതിനും പ്രതീക്ഷയുണ്ട്. ഇനി എനിക്ക് എന്തു വെച്ചിരിക്കുന്നു. നിങ്ങൾ കുശവന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു കാഴ്ച കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേ മനോഹരമായ പാത്രങ്ങൾ നിർമ്മിക്കുവാൻ കുഴിച്ചെടുത്ത മണ്ണുകൾ കുഴിച്ചെടുത്ത പല ഹല്ലേലൂയ അത് കുഴികൾ. ആ ഭൂമിയിൽ ധാരാളം കുഴികൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ കുഴികൾ ഹല്ലേലൂയ കാണുന്നത് സ്തോത്രം ഹല്ലേലൂയ അതേ കാലാകാലങ്ങളായി മണ്ണുകൾ വെട്ടി എടുത്തു മാറ്റി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ചില കുഴികൾ, കുറെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ചില കുഴികൾ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. പഴയ കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീട് വെച്ച ആ പറമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കല്ല് വെട്ടി കുഴികൾ കിടപ്പുണ്ട്, പാറ വെട്ടി കുഴികൾ കിടപ്പുണ്ട് എന്നതുപോലെ ഹല്ലേലൂയ ഈ കുശവന്റെ വീടിന്റെ പുറകുവശത്ത് ധാരാളം കുഴികൾ. സ്വത്രം. ഒരു പ്രതീക്ഷയുമില്ല. ഇനി എന്ത് ചെയ്യാനാ? ഇനി ആ ഭൂമിക്ക് വില കിട്ടത്തില്ല. കാരണം നല്ല മണ്ണൊക്കെ വില കൊണ്ടുപോയി. ആ ഭൂമിക്ക് ഇനി വില വയ്ക്കത്തില്ല, ആർക്കും ഉപയോഗമില്ല. ഉപയോഗശൂന്യമായ ചില ഹല്ലേലൂയ അതേ മൺകുഴികൾ, വെള്ളക്കെട്ടുകൾക്ക് നിറക്കിടക്കുകയാണ്. എന്നാൽ കേട്ടോ ഹല്ലേലൂയ കാൽവറിയിലെ ക്രൂശിലെ യാഗത്തിലേക്ക് നിങ്ങൾ അടുത്തു വരുമ്പോൾ യേശുവിനെ ഹല്ലേലൂയ അതേ സ്തോത്രം ഒറ്റിക്കൊടുത്ത യൂദ തന്റെ ഹല്ലേലൂയ ആ സങ്കടങ്ങൾ അല്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ കുറ്റമില്ലാത്തവരെ കാണിച്ചു കൊടുത്തു പറഞ്ഞുകൊണ്ട് മഹാപ്രഭു പറയുമ്പോൾ അത് നിന്റെ കാര്യം നീ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുന്നിടത്ത് അവന്റെ കയ്യിലിരുന്ന ആ പണക്കിഴി മുഴുവനും ഭണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി ആത്മഹത്യ ചെയ്തു. പിന്നീട് ആ പണം എടുത്തിട്ട് ഹല്ലേലൂയ അവിടെ ഇങ്ങനെ വായിക്കുന്നേ രക്ത നിലം വാങ്ങി, അക്കൽദാമ രക്തദിനം വാങ്ങി. അവിടെ ഇങ്ങനെ വായിക്കുന്നു ഹല്ലേലൂയ അതേ സ്തോത്രം ഹല്ലേലൂയ അതേ ഹല്ലേലൂയ ചില മൺകുഴികൾ വാങ്ങി, ചില മൺകുഴികൾ. ഹല്ലേലൂയ. ഏത് മൺകുഴികളാ? പരദേശികളെയും അനാഥരെയും ഹല്ലേലൂയ വന്ന് യെരൂശലേമിൽ വന്നു പോയി മരിച്ചു പോകുന്നവരെ അടക്കുവാൻ വാങ്ങിയ സ്ഥലം. ഹല്ലേലൂയ. ഒരിക്കൽ പ്രതീക്ഷകൾ ഇല്ല എന്ന് പറഞ്ഞിടത്ത് നഷ്ടപ്പെട്ടു പോയി പറഞ്ഞ ആ മൺകുഴികൾ കുശവന്റെ വീട്ടിലെ ഹല്ലേലൂയ അതേ ഉപയോഗമിലടക്കുന്ന വിലയിലടക്കുന്ന ആ ഭൂമിയെ വിലയ്ക്ക് വാങ്ങിയെന്ന് ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ പ്രതീക്ഷകൾക്ക് വകയുണ്ട്. ഹല്ലേലൂയ. പ്രതീക്ഷകൾ വകയുണ്ട്. ഈ മക്കളെ പ്രതീക്ഷകൾ വകയുണ്ട്. അവസാനിച്ചിട്ടില്ല. ദൈവപ്രവൃത്തി അവസാനിച്ചിട്ടില്ല. ദൈവത്തിന്റെ കരം അവസാനിച്ചിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നും അവസാനിച്ചിട്ടില്ല. കരങ്ങളെ കേൾപ്പിക്കാം. വളരെ പ്രാർത്ഥന രാത്രിക നമുക്ക് കേൾപ്പിക്കാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ രാത്രി ദൈവദാസന്റെ വരവ് അല്പം ലേറ്റാകും എന്നോട് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ചില ഇൻട്രൊഡക്ഷൻ അങ്ങനെ എടുക്കാൻ കാരണമായത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം വളരെ പ്രാർത്ഥനയായിരിക്കാം. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ.
ഹല്ലേലൂയ. എല്ലാം അവസാനിച്ച് പറയുന്നവരാണോ? ഇനി സാധ്യത അല്ല എന്ന് പറയുന്നവരാണോ? ഹല്ലേലൂയ. സാധ്യതയുണ്ട്, പ്രതീക്ഷികമാകിയുണ്ട്. ഹല്ലേലൂയ. ഇല്ല, തീർന്നു പോയില്ല. കുനിഞ്ഞിരിക്കുന്നവരെ നിങ്ങളുടെ തലകൾ ഉയർത്ത്. കരഞ്ഞ് 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 അവസാനിപ്പിച്ചവരെ നിങ്ങളുടെ ഹല്ലേലൂയ, അത് ഇനി കരയുള്ള സമയമല്ല, അല്ലെ ഉണരുവാൻ സമയമാണ്. ഹല്ലേലൂയ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരാം. നമുക്ക് ഹൃദയം തുറക്കാം. വളരെ പ്രാർത്ഥന രാത്രികാലമായിരിക്കാം. ദൈവത്തിൽ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അതെ, അസാധ്യമെന്ന് പറഞ്ഞതിനെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവത്തെ കരങ്ങളിലേക്ക് അടുത്തു വന്നുകൊണ്ട് നമുക്ക് ആത്മാർത്ഥം പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ കേൾപ്പിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ ഹല്ലേലൂയ. ദേവദാസൻ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചില മിനിറ്റുകളിൽ തന്നിലുള്ള ദൈവീയ ശബ്ദങ്ങൾ നമുക്ക് കേൾപ്പാൻ കഴിയും. വളരെ പ്രാർത്ഥന രാത്രികാലമായിരിക്കും. ഒരു നിമിഷം കൂടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും അടച്ചാട്ടെ. സാധ്യമല്ല എന്ന് പറഞ്ഞിടത്ത്, ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞിടത്ത് ഹല്ലേലൂയ ചില പ്രതീക്ഷിക്കാൻ വകയുണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ബലഹീനനല്ല. ഹല്ലേലൂയ. ഇല്ലാത്തനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവത്തിലെ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികളും വിശ്വാസം ക്ഷീണിച്ചു പോകല്ല, വിശ്വാസത്താൽ ശക്തിപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. വിശ്വാസം ക്ഷീണിക്കല്ല, വിശ്വാസത്താൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ആ ധൈര്യം നമ്മുടെ അകത്തുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദയവായി പ്രിയ ബ്രൈറ്റ് പാസ്റ്റർ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമല്ലോ. ദയവായി MJ ബ്രൈറ്റ് ദയവായി പ്രാർത്ഥിച്ച പാസ്റ്റർ. Praise the Lord. Hallelujah. 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 കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിന്റെ സന്ധ്യാസമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ 4 ദിവസങ്ങൾ പകലിലും സന്ധ്യാസമയങ്ങളിലും കർത്താവ് ഇടങ്ങളോട് ഇടപെട്ടവനായ ദൈവമേ, 5-ാമത്തെ ദിവസം സന്ധ്യാസമയ അപ്പന്റെ പാദപടത്തിലേക്ക് ഇടങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സന്ധ്യാസമയങ്ങളോട് വ്യക്തമായി ഇടപെടണമേ. വിവിധമായ സ്ഥാനങ്ങളിൽ ഞങ്ങളായിരിക്കുന്നു, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നു കർത്താവ്. എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം ഓരോരുത്തരും ആയിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ വ്യക്തമായി ഇടപെടുന്ന കൃപയ്ക്കും വിശ്വസ്തതയ്ക്കുമായി സ്തോത്രം. ഓൺലൈനിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഏറിയ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സന്ധ്യാസമയമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. തിരുവചനമായി ആലോചനയുമായി കർത്താവിന്റെ പാദപടത്തിലേക്ക് കടന്നു വരുന്ന ദാസന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അഭിഷക്തനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാണ്. അടുങ്ങളോട് ഓരോ വ്യക്തികളോടും വ്യക്തമായി സംസാരിക്കുമാറാകണമേ. ശബ്ദത്തെ കർത്താവ് നിയന്ത്രിക്കുമാറാണമേ. ഓൺലൈനിൽ ഇരിക്കുന്ന കർത്താവെ, നെറ്റ്വർക്കിൻ്റെതായ പ്രയാസങ്ങള്, ഇലക്ട്രിസിറ്റിയുടേതായ പ്രയാസങ്ങൾ ആർക്കും ഒരു വിധത്തിലും ഒരു കേടും വരുത്തുവാൻ ഇടവരാതെ വണ്ണം, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുവാൻ ഇടവരാതെ, ഒരു തടസ്സം കൂടാതെ കർത്താവെ ഐശ്വര്യമായി ദൈവവചനം ഘോഷിപ്പാൻ അഭിഷക്തനെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നതായി ഞങ്ങൾ എല്ലാവർക്കും അത് വലിയ അനുഗ്രഹത്തെ കാണാൻ തീരുവാൻ ഒരു മാനുഷിക ശബ്ദമല്ല കർത്താവേ, ദൈവത്തിന്റെ ശബ്ദമായി തന്നെ ഇന്ന് രാത്രി കാലം ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവേ, ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറിയ അനുഗ്രഹം പ്രാപിച്ചവരായി അനുഗ്രഹത്തോടെ മടങ്ങി ചെല്ലുവാൻ ഇടങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന സകല മാനവും മഹത്വം അങ്ങേക്ക് ഏൽപ്പിക്കുന്നപ്പാ, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന നിമിഷങ്ങൾ ദൈവാന സമയമാണല്ലോ. വളരെ പ്രാർത്ഥന രാത്രികാലം അടുത്തു വരാം. ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ രാത്രി ദൈവം സൂക്ഷിക്കാൻ കർത്താദാസൻ പ്രിയ ബിനോയ് കൊല്ലം അവർക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷണപ്രകാരം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സ്നേഹിക്കുന്ന, വളരെ സഹോദരത്തുല്യം സ്നേഹിക്കുന്ന കർത്തൃപുത്രനാണ് പാസ്റ്റർ ബിനോയ്. ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരുന്നു. ഹല്ലേലൂയ. ശക്തിമേർ ദൈവിക ദൂതുകൾ നമ്മളുമായി ഷെയർ ഇടയാത്തുന്നല്ലോ. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് എനിക്ക് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദൈവസഭയിൽ കടന്നുപോയി ശുശ്രൂഷിക്കാനൊക്കെ അവസരം ലഭിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വേല ചെയ്ത ദൈവപ്രത്തനാണ് പാസ്റ്റർ ബിനോയ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ആയിരിക്കുന്നത് ഒരു അനുഗ്രഹം തിരുമാറാകട്ടെ. യേശുക്രിസ്തു നാമത്തിൽ ആ കർത്തൃത്വത്തിന് ഞാൻ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി ഹല്ലേലൂയ സമയം വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. വോയിസ് ഓക്കെ അല്ലേ? ശബ്ദം ഓക്കെ അല്ലേ? ആരെങ്കിലും ഒക്കെ ഒന്ന് കൈ വെക്കായിരുന്നു ശബ്ദം ഓക്കെ ആണ്.
ഓക്കെ. ആമേൻ. കർത്താവിന്റെ ധന്യമാകുന്ന തിരുനാമം ഈ നല്ല ആമേൻ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവയുടെ വരുത്തിയ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വളരെ തിരക്ക് പിടിച്ച് ഓടി വരുമായിരുന്നു നിങ്ങളോടുകൂടെ ജോയിൻ ചെയ്യും വേറെ മീറ്റിങ്ങിന്. അവിടെ കുറച്ച് മുമ്പേ അവിടെ നിന്ന് സമയം അനുവദിച്ച് അവിടെ നിന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സമയം കണ്ടെത്തി ഓടി. പിന്നെ ഒറ്റരാഗ്രഹമുള്ള ട്രാഫിക്കിൽ എവിടെയും ബ്ലോക്കിൽ പെടല്ലേ എന്ന് അങ്ങനെയൊക്കെ ആമേൻ കർത്താവിന്റെ കൃപയാൽ ഓടിയെത്താൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം എനിക്ക് ഇവിടെ ശക്തമായ രീതിയിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളാണ് ഇതിനകത്തിരിക്കുന്നത് നല്ലവണ്ണം അറിയാം. കർത്താവിന്റെ അഭിഷേകത്തിന് ജോൺസൺ പാസ്റ്ററിനെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അഭിഷേകത്തിന് ഞങ്ങൾ അന്യന് നല്ലൊരു ആത്മബന്ധത്തിൽ ഒരുപാട് ജീവിതത്തിൽ മറക്കാനാവാത്ത അഭിഷേകത്തിനാണ് ജോൺസൺ പാസ്റ്ററും കുടുംബവും ശുശ്രൂഷകളിൽ പലപ്പോഴും കൈത്താങ്ങ് നൽകിയിട്ടുള്ള കർത്താവിന്റെ രാജ്യത്ത് ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവഭക്തനുമായി കഴിഞ്ഞ ദിവസം ചർച്ചിൽ കടന്നു വരുവാനും ശക്തമേറിയ മറക്കാനാവാത്തൊരു ശുശ്രൂഷ തൻ്റെ പറ്റൻ ചെയ്തെടുക്കുവാനും ഇടയായി തീർന്നു. സ്തോത്രം. തൻ്റെ പറ്റനെ ഒരുമിച്ച് ഈ ഒരു ഫെലോഷിപ്പും ഒത്തിരി അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വലിയത് ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വലിയത് ദൈവം നമ്മുടെ ഇടയിൽ ചെയ്യും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്തോത്രം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ സീസണകത്തേക്ക് ദൈവം നമ്മളെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും എന്ത് ചോദിക്കുമ്പോഴും ദൈവത്തിന് നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ കഴിയും. കർത്താവിന്റെ അഭിഷേകൻ എന്നോട് സംസാരിച്ച കെയർ ജോയിൻ ചെയ്ത സമയത്ത് സംസാരിച്ച വാക്കുകളിനെ ഒത്തിരി ചലിപ്പിച്ചു. കാരണം യേശു കർത്താവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട പാദം കഴുകുന്ന തലങ്ങളിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ അഭിഷേകൻ സംസാരിക്കപ്പെടുന്ന ഒരു ദൂതായിരുന്നു. ആ ദൂതൊരു ഡിഫറെന്റ് തലമാണ്. ആ ദൂതുമാണ് ഈ ദിവസങ്ങളിൽ ഞാനും പ്രസംഗിക്കുന്നത്. അതാണ് എനിക്ക് ഭയങ്കര കൺഫർമേഷൻ വന്നത്. ഇന്ന് പകല് പോലും ഞാൻ പ്രസംഗിച്ച ഒരു ഭാഗമാണ് യേശു കർത്താവിന്റെ ആ ക്രൂശീകരണത്തിനകത്തുണ്ടായ പ്രോസസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു 2 കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ദൂതിലേക്ക് പോകും. യേശു കർത്താവ് സ്ട്രഗിൾ ചെയ്തപ്പെട്ട ആ പ്രോസസ് ടൈമിനകത്ത് ഏറ്റവും വലിയ 3 തലങ്ങളിലൂടെ യേശു കർത്താവ് കടന്നുപോയി. 1, യേശുവിന്റെ മാനസികമാകുന്ന വേദന. 2, യേശുവിന്റെ ശാരീരിക വേദന. 3, യേശുവിന്റെ ആത്മീയ വേദന. ഈ 3 പ്രോസസ്സിനകത്തൂടെയാണ് യേശു കർത്താവ് കടന്നുപോയത്. ശാരീരിക വേദന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പച്ചയാകുന്ന ശരീരത്തിനകത്ത് ആണികൾ ആഞ്ഞടിച്ചിറക്കുമ്പോഴും യേശു കർത്താവ് അനുഭവിക്കപ്പെട്ട വേദന. കാൽപാദങ്ങളെ ചേർത്ത് വെച്ച് ആണി അടിച്ചിറക്കുമ്പോഴും യേശു കർത്താവ് അനുഭവിക്കപ്പെട്ട വേദന. ഇന്ന് രാത്രികാലം ഞാനൊരു ദൂതി ഞാൻ പറയാം. പലപ്പോഴും നമ്മൾ പറയുന്നൊരു പദമുണ്ട്, ആമേൻ 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 സ്തോത്രം, നമ്മളെ ലോകത്തിൽ നമ്മൾ ഏറ്റവും വലിയ വേദന നമ്മൾ അനുഭവിക്കുന്നു. നോ, ഒരിക്കലുമല്ല. യേശു കർത്താവാണ് നമുക്ക് വേണ്ടി ഏറ്റവും വലിയ വേദന അനുഭവിക്കപ്പെട്ട മനുഷ്യൻ, വ്യക്തി. ഹല്ലേലൂയ. യേശു വേദന അനുഭവിച്ചതിന് അത്രയും ലോകത്തിൽ നമ്മൾ ആരും വേദന അനുഭവിച്ചിട്ടില്ല. സ്തോത്രം. എന്നാൽ 2ാമത്തെ വേദനയാണ് മാനസിക വേദന. 1ാമത്തെ വേദന ശാരീരിക വേദന വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട് കർത്താവ് ആ വേദന സഹിച്ചു? ഒറ്റ കാര്യമുള്ള, എൻ്റെ തലമുറ ലോകത്തിനകത്തെ ഏറ്റവും വലിയ വേദനകൾ എന്ന് പറയുമ്പോൾ അവനെ നോക്കി എനിക്ക് പറയണം, കുഞ്ഞേ, നിന്റെ വേദനയ്ക്ക് പരിഹാരമാകാനാണ് ഞാൻ നിനക്ക് വേണ്ടി ആ കുരിശിൽ ഏറ്റെടുക്കപ്പെട്ടത്. നീ തകർന്ന് നിൽക്കുമ്പോൾ ഭഗവാനല്ല, നിന്നെ എനിക്ക് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ആ പ്രോസസ്സിനകത്ത് നീ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ആ വേദന ഞാൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. ആ വേദനയുടെ ഒരു പ്രത്യേകത ഒരു പ്രത്യേകതയുണ്ട്. അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യമുണ്ട്, അവന്റെ അടിപ്പിണരാലുള്ള ബ്രേക്ക് ത്രൂ ഉണ്ട്, അവന്റെ അടിപ്പിണരാലുള്ള ഹീലിംഗ് ഉണ്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. 2ാമത്തെ ഒരു പ്രത്യേകത, അത് വേറെ ദൂതായുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാം. മാനസിക വേദന. ശാരീരിക വേദനയേക്കാൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയാണ് മാനസിക വേദന. മാനസിക വേദന എന്ന് പറഞ്ഞ പുറമെ ചിരിക്കും, പുറമെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സന്തോഷമാണെന്ന് പറയും, ഒന്നിന് കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ കർത്താവ് അനുഭവിക്കപ്പെട്ട ഏറ്റവും വലിയ വേദന, ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും അനുഭവിക്കപ്പെടുന്ന വേദനയാണ് മാനസിക വേദന. ഇതേ പ്രോസസ്സിനകത്തൂടെ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ പാദ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പത്രോസിന്റെ പാദം കഴുകുന്ന സമയത്ത് പത്രോസ് പറയുന്നു, നോ കർത്താവേ, ഞാൻ അത് അനുവദിക്കത്തില്ല, ഒരിക്കലും ചെയ്യാൻ അനുവദിക്കത്തില്ല. എന്താ പത്രോസ്
പത്രോസെ നീ ചെയ്യാൻ അനുവദിക്കാത്തത്? പത്രോസ് വേണമെങ്കിൽ പറയും, അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, അവൻ താൻ മാത്രം ഉള്ളവനാണ്, അവൻ സർവ്വ രാജാക്കന്മാരെക്കാൾ ഏറ്റവും വലിയ രാജാവാണ് യേശു കർത്താവ്. ആ യേശു കർത്താവ് എന്റെ പാത കഴുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഒരുപക്ഷെ പത്രോസിന് അത് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നാൽ തൊട്ടുപുറകിലായിട്ട് സ്തോത്രങ്ങളിൽ യേശു പറയുന്നുണ്ട്, കുഞ്ഞെ നീ അത് അനുവദിച്ചില്ലെങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരു പങ്കുമില്ല. ഇതൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് അങ്ങനെ ഒരു പദം പറയുവാനുള്ള കാരണം? സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ മോനെ, ഇത് നീ അനുവദിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? പത്രോസ് വേണമെങ്കിൽ പറയും, ആ രാജ്യത്ത് രാജാവായിരിക്കുന്ന കർത്താവ്, സർവത്തിന്റെ അധിപതിയായിരിക്കുന്ന കർത്താവ്, തന്റെ എളുമത്തത്തെ താഴ്മയായിരുന്നു യേശു കർത്താവ് ആ പാദ ശുശ്രൂഷയെ കൊണ്ടുവന്നത്. ഏറ്റവും സിമ്പിളായി, ഏറ്റവും വലിയവനായവൻ ഏറ്റവും സിമ്പിളായി മാറി. ഏറ്റവും വലിയവനായവൻ, ആവർത്തിക്കുന്നു, ഏറ്റവും സിമ്പിളായി മാറി. ക്രിസ്തീയ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതാ. നമ്മൾ ഉന്നതരായാലും ഏതൊക്കെ പൊസിഷനിൽ പോയാലും ശരി തന്നെ, സ്തോത്രം, ഏറ്റവും അധികം സിമ്പിൾ ആകുക. മറ്റുള്ളവർ തകർന്നിരിക്കുന്നവനെ ചേർത്ത് പിടിക്കുക, ഉടഞ്ഞവനെ ചേർത്ത് പിടിക്കുക, ഒറ്റപ്പെട്ടവനെ ചേർത്ത് പിടിക്കുക. ഇതെല്ലാം നമ്മുടെ ലൈഫ് യേശു കാണിച്ചു തന്ന മാതൃക. പക്ഷെ നമ്മുടെ ലൈഫിൽ എങ്ങനെ? കർത്താവെ കഷ്ടതയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു, കരഞ്ഞു, ഉപവസിച്ചു. നമ്മുടെ സ്റ്റേജ് മാറുമ്പോൾ, ലെവൽ മാറുമ്പോൾ നമ്മൾ ആളുകളെ മറക്കും, മുഖങ്ങളെ മറക്കും, കണ്ട പരിചയമില്ലാത്തതുപോലെ തോന്നിക്കും. പക്ഷെ യേശു കാണിച്ചത് അതല്ല. യേശു എല്ലാവരെയും ചേർത്ത് പിടിക്കുക ചെയ്തേ. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അടുത്തൊരു തൊട്ട വ്യക്തിയാണ് ഇസ്കറിയത്ത് യൂദ. അത് പാഷ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്കറിയത്ത് യൂദയെ കുറിച്ചായിരുന്നു യേശു കർത്താവ് പറഞ്ഞത്. പക്ഷെ ഇസ്കറിയത്ത് യൂദയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകത നോക്കിക്കേ. യേശു കർത്താവ് അവന്റെ കാൽ നീട്ടി കഴുകുന്ന സമയത്ത് യേശുവിനറിയാം, എന്നെ ഒറ്റിക്കൊടുക്കാൻ കൊട്ടേഷൻ വാങ്ങിയിട്ട് വന്നിരിക്കുന്നവനാണ് ഇസ്കറിയത്ത് യൂദ. ആ ഇസ്കറിയത്ത്, എന്റെ ആശയത്തിൽ പറഞ്ഞ എല്ലാവരുടെയും കാലം ഒരു കപ്പ് വെള്ളം ഒഴിച്ചുള്ളെങ്കിൽ യേശു അവന്റെ കാലം 2 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചു കാണും. കാരണം എന്തെന്നറിയാമോ? സ്തോത്രം, അവൻ എന്നെ ഒറ്റിക്കൊടുക്കുവാണെന്ന് യേശു അറിഞ്ഞിട്ടും അവനെ പോലും ചേർത്ത് പിടിക്കാൻ യേശു കർത്താവ് മനസ്സ് കാണിച്ചു. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, തകർന്നു പോകുന്നവനും ഒറ്റപ്പെട്ടു പോകുന്നവനെയും വെറുത്തു പോകുന്നവനെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ചേർത്ത് പിടിക്കുന്നവനാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ അഭിഷേകത്തെ ശക്തമായ ഒരു ദൂത് നമ്മളോട് ഷെയർ ചെയ്തു. അങ്ങനെ അഭിഷേകത്തിനകത്ത് ചലിക്കപ്പെടുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ആത്മതലത്തിനകത്ത് ചേഞ്ച് ഉണ്ടാകട്ടെ. സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക. അവന്റെ കുറവുകൾ നോക്കി അവനെ തള്ളിക്കളയാതെ, അവന്റെ ബലഹീനതകൾ നോക്കി അവനെ ഒറ്റപ്പെടുത്താതെ അവനെ ചേർത്ത് പിടിക്കുക. ഇതാ ക്രിസ്തീയ ജീവിതം. ഇതാണ് യേശു കർത്താവ് കാണിച്ച മാതൃക. കർത്താവിന്റെ അഭിഷേകത്തിന് അതിനെയൊക്കെ തൊട്ട് ദൂത് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്, ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറയുക. ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ. അതിനാധാരമായ ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് വായിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു തന്നാൽ. എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞു. നീ ചെല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. മതി, അവിടെ നിൽക്കട്ടെ. ആ ഭാഗം വളരെ സിമ്പിളായ ഭാഗമാണ്. എല്ലാവർക്കും കാണാതെ അറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ആ വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പശ്ചാത്തല ഭാഗങ്ങളൊന്നും ഞാൻ തൊടാൻ പോകുകയല്ല. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത് ഒറ്റൊരു ഭാഗമാണ്. ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം, യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ലാബാന്റെ വീട്ടിൽ നിന്ന് സ്തോത്രം മക്കൾ ഭാര്യമാരെ സ്വത്തും ധനവും ഇതെല്ലാമായിട്ട് ഇങ്ങനെ വന്ന് കടവിന്റെ അക്കരയ്ക്ക് കടത്തിവിടുന്ന ഒരു സമയമുണ്ട്. കടത്തിവിട്ട് എല്ലാവരും മറുകര കടത്തിയതിനു ശേഷമായിട്ട് ഒറ്റയ്ക്ക് തനിയെ ശേഷിച്ച് നിൽക്കുന്ന ഒരു സമയം.
ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് കാണാം യാക്കോബ് ഒരു മനുഷ്യനുമായിട്ട് കൂട്ടിമുട്ടിയപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ദൂതി ഞാൻ പറയാ, ചില കൂട്ടിമുട്ടലുകൾ ചിലരുടെ ലൈഫിനെ തിരിക്കും. ആമേൻ. ചിലരുമായിട്ടുള്ള ഒരു ബന്ധം, ചിലരുമായിട്ടുള്ള കൂട്ടിമുട്ടൽ. അഭിഷേകമുള്ളവനുമായിട്ട് കൂട്ടിമുട്ടിയാൽ നിന്റെ ലൈഫിൽ അഭിഷേകം വെളിപ്പെടും. അനുഗ്രഹമുള്ളവനുമായി കൂട്ടിമുട്ടിയാൽ നിന്റെ ലൈഫിനകത്തൊരു അനുഗ്രഹം വെളിപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു പോകാം, സ്തോത്രം, അഭിഷേകത്തിനകത്തേക്ക് അവൻ കയറി ഈ കൂട്ടിമുട്ടലുണ്ടായി. ഈ കൂട്ടിമുട്ടലിനകത്തുണ്ടായപ്പോൾ ഇവര് തമ്മിൽ ഭയങ്കര മല്ലുപിടുത്തമുണ്ടായി. ഈ മൽപിടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൂതൻ പറയുന്ന ഒരു വാക്കാണ് എന്നെ വിടുക. സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറയുന്നൊരു മറുപടി, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഓക്കെ. അപ്പോൾ യാക്കോബിനോട് ഒരു പ്രത്യേകതയായിട്ട് പറയുക. യാക്കോബ് പറയാ ഉഷസ്സായി. ദൂതൻ പറയാ ഉഷസ്സായി, ഞാൻ പോട്ടെ. യാക്കോബ് കുറച്ചും കൂടെ നല്ല മലയാള ഭാഷ പറഞ്ഞ യാക്കോബ് പറഞ്ഞു കാണും, പൊയ്ക്കോ, എനിക്കൊരു വിഷയമില്ല. പൊയ്ക്കോന്നേ, എനിക്കൊരു വിഷയമില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. നിന്നെ ഞാൻ വിടണോ, നീ എന്നെ അനുഗ്രഹിക്കണം. നിന്നെ ഇന്ന് രാത്രിയിൽ എത്ര പേർ പറയാൻ പറ്റും, കർത്താവേ ഞാൻ അങ്ങ് വിടത്തില്ല. എന്റെ വിഷയത്തിനകത്തൊരു മറുപടി കാണാതെ, ഞാൻ കരയുന്ന വിഷയത്തിനൊരു പരിഹാരം കിട്ടാതെ, ഞാൻ ഉപവസിക്കുന്ന വിഷയത്തിനകത്തൊരു റിസൾട്ട് കിട്ടാതെ ഞാൻ അങ്ങേ വിടത്തില്ല. എത്ര പേര് ഇന്ന് രാത്രി പറയാൻ പറ്റും? അതല്ല എന്റെ ഒരു പാദം. ഞാൻ പറയാ, അവിടെ നിന്നുകൊണ്ട് യാക്കോബ് പറയുന്നു, നീ എന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ യാക്കോബിനോട് ചോദിക്കുക, അല്ല യാക്കോബെ, നിനക്ക് എന്ത് അനുഗ്രഹമാ വേണ്ടേ? യാക്കോബെ, നിനക്ക് എന്ത് അനുഗ്രഹം വേണ്ടേ? യാക്കോബ് പറയാമേ, യാക്കോബിനോട് ചോദിക്കുക, യാക്കോബെ, നിനക്ക് ധനമില്ലേ? നിനക്ക് സ്വത്തില്ലേ? നിനക്ക് മൃഗങ്ങളില്ലേ? നിനക്ക് ആടില്ലേ? നിനക്ക് ഒട്ടകങ്ങളില്ലേ? നിനക്ക് ദാസന്മാരില്ലേ? നിനക്ക് ദാസിമാരില്ലേ? നിനക്ക് ഭാര്യമാരില്ലേ? ഇതെല്ലാം ഉണ്ടായിട്ടും പിന്നെന്ത് അനുഗ്രഹം നിനക്ക് വേണ്ടേ? ഉടനെ യാക്കോബ് വേണമെങ്കിൽ ഇങ്ങനെ പറയും, എനിക്ക് വേണ്ടത് ധനവും മാനവും ഞാൻ നേടിയ സ്വത്ത് ഡബിൾ പോർഷൻ അല്ല എനിക്ക് വേണ്ടുന്നത്. പിന്നെ നിനക്ക് എന്താ വേണ്ടുന്നത്? ഞാൻ ഒരുത്തിനുമായി കൂട്ടിമുട്ടിട്ടുണ്ട്. അവന്റെ മേൽ കിടക്കുന്ന ഒരു അധികാരത്തിന്റെ അഭിഷേകമുണ്ട്. അവന്റെ മേൽ എനിക്കറിയത്തില്ല, ഈ വാക്ക് പറയുമ്പോൾ തന്നെ ഒരു ദൈവ സാന്നിധ്യം ചിലരുടെ മേൽ വെളിപ്പെടുന്നല്ലോ. അവന്റെ മേൽ കിടക്കുന്ന ഒരു അതോറിറ്റി കിടപ്പുണ്ട്. അവന്റെ മേൽ ചില ദൈവിക നിയോഗങ്ങൾ കിടപ്പുണ്ട്. അതാണ് എനിക്ക് വേണ്ടുന്നത്. ഇന്ന് രാത്രികാലം എത്ര പേര് പ്രാർത്ഥിക്കും പറ്റോ? ഈ ലോകത്തിന്റെ നന്മകളല്ല, ഈ ലോകത്തിന്റെ ഓഹരികൾ വർദ്ധിക്കുന്നതല്ല എനിക്ക് വേണ്ടത്. ഞാൻ കൂട്ടിമുട്ടിയവന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പുതപ്പ്, ഞാൻ കൂട്ടിമുട്ടിയേക്കുന്നവന്റെ മേൽ കിടക്കുന്ന ഒരു അധികാരത്തിന്റെ പുതപ്പ്, അത് കിട്ടാതെ ഞാൻ വിടത്തില്ല. ഇതായിരുന്നു യാക്കോബ് ചോദിച്ചൊരു ചോദ്യം. ഇത് വേണമെങ്കിൽ നമുക്കറിയാം. ഏലിയാവിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങോട്ട് പോകുകയല്ല, ഏലിയാവിന്റെ കൂടെ ഏലീശ നടക്കുമ്പോൾ പറയും, നാട്ടുകാർ പറയും, നീ എന്തിനാടാ ഏലിയാവിന്റെ പുറകെ നീ നടക്കുന്നത്? ഏത് സമയത്തും വേണമെങ്കിൽ അവൻ എടുക്കപ്പെടുമല്ലോ. ഉടനെ ഏലിയാവിന് പറയാനുണ്ട്, ശരിയാ, നിങ്ങൾ നോക്കുമ്പോൾ അവൻ വഴി വെച്ച് എടുക്കപ്പെടുമെന്ന് അറിയാം. നിനക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ നിനക്കില്ലാത്തൊരു വെളിപ്പാട് എന്റെ അകത്തുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഫോളോ ചെയ്യുന്നതിന്റെ കാര്യം ഏലിയാവിന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പുതപ്പ്, അത് കിട്ടാതെ ഞാൻ വിടത്തില്ല. അത് നേടാതെ ഞാൻ വിടത്തില്ല. ഇന്ന് രാത്രിയിൽ വെറും ഒരു പ്രാർത്ഥന കൊണ്ട് ഈ സൂം മീറ്റുകൾ മാറരുത്. വെറും ഒരു പ്രാർത്ഥന കൊണ്ട് ഉപവാസ പ്രാർത്ഥനകൾ വെറുതെ കേട്ടുപോകരുത്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിനകത്ത് ആ ദൈവത്തിന്റെ എൻകൗണ്ടറുകൾ നടക്കണം. നിങ്ങളുടെ വീട്ടിനകത്ത് ആ ദൈവത്തിന്റെ പ്രസൻസുകൾ ചലിക്കപ്പെടാൻ തുടങ്ങണം. ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ. ഞാൻ രാത്രി ശുശ്രൂഷിച്ചു. എത്ര പേര് ഇതിനകത്ത് അത് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഞാൻ അമ്മയെ ശുശ്രൂഷിച്ച് പോയ ഒരു സ്ഥലം, അവിടുന്ന് പോയിട്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഭയങ്കര അസാധാരണമായി ദൈവ സാന്നിധ്യം ഇറങ്ങിയ ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിനകത്ത് ഏഞ്ചൽസ് ഇറങ്ങി പോകുന്നത് സ്തോത്രം, CCTV ക്യാമറ ഡിറ്റക്റ്റീവ് ചെയ്തു. മനുഷ്യനല്ല, ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഏഞ്ചൽസ് വന്ന് പെട്ടെന്ന് സെക്കൻഡിനകത്ത് പോകുന്നത് CCTV ക്യാമറ. അവരെന്നോട് അയച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഇതെന്തുവാ? ഞാൻ പറഞ്ഞു, ഇത് ഏഞ്ചൽസിന്റെ തലമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൂത് കേൾക്കുമ്പോൾ നിന്റെ ഒരുപക്ഷെ നമ്മൾ ആത്മാവി കാണണം, നിന്റെ അടുത്ത് ആ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. യാക്കോബിന്റെ അടുത്ത്
ആമേൻ ആമേൻ ആമേ സ്തോത്രം പുഴയുടെ അടുത്ത് ആ കടവിന്റെ അടുത്തേക്ക് മാത്രമല്ല ദൂതന് വരാൻ പറ്റുന്നത്, നിന്റെ മുറിക്കകത്തേക്ക് ദൈവത്തിന്റെ ദൂതന് വരാൻ പറ്റും. ആമേൻ പറഞ്ഞാട്ട് നിന്റെ മുറിക്കകത്ത് നിങ്ങളിരിക്കുന്ന വിഷയത്തിന്റെ അടുത്തേക്ക്, നിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതന് വരാൻ കഴിയും. ആ ദൂതൻ നിന്റെ അടുത്ത് വന്നാൽ നിന്റെ ലൈഫ് തിരിയും. ഹല്ലേലൂയ. അവിടുന്ന് പോകട്ടെ, നമ്മുടെ ദൂത് വേഗത്തിൽ പോകേണ്ടതായിട്ടുണ്ടല്ലോ. അവിടുന്ന് നേരെ യാക്കോബ് ചോദിക്കുന്നു, യാക്കോബ് പറയും, എനിക്ക് വേണ്ടുന്നത് അവന്റെ മേൽ കിടക്കുന്ന അഭിഷേകമാ, എനിക്ക് വേണ്ടത് അവന്റെ മേൽ കിടക്കുന്ന ഒരു അതോറിറ്റിയാ, എനിക്ക് വേണ്ടത് ഞാൻ ഇന്നലകളെ കണ്ടതല്ല. ഇന്ന് രാത്രി മുഴുവനും ഞാൻ മല്ലു പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്നലകൾ ആരും എവിടെയും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുത്തിനുമാട്ട കൂട്ടിമുട്ടിയത്. അന്നേരം എനിക്കറിയാം, ഞാൻ കൂട്ടിമുട്ടിയേക്കുന്നവൻ സാധാരണക്കാരനല്ല, അവനൊരു അസാധാരണക്കാരനാണ്. യേശുവിന്റെ നാമത്തിൽ അവനൊരു അസാധാരണക്കാരനാ. ആ അസാധാരണക്കാരന്റെ മേൽ കിടക്കുന്ന അഭിഷേകങ്ങൾ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇത് പറഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? അവനോട് യാക്കോബിനോട് ചോദിക്കുന്നു, ഈ വാക്ക് എന്ത് ചെയ്തു? യാക്കോബിന്റെ വാക്ക്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞ വാക്ക് ദൂതനെ ചലിപ്പിച്ചു. ഈ വാക്ക് ചലിച്ച ഉടനെ കാണും ദൂതൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ പേരെന്താ? എന്റെ പേര് യാക്കോബ് എന്നാണ്. ഉടനെ കർത്താവ് ദൂതൻ പറയുന്നൊരു വാക്ക്, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ആമേൻ. അതിനകത്ത് ഞാൻ ഒരു ദൂത് പറയാം. എന്താണ് ഇസ്രായേൽ എന്ന പേര്? യാക്കോബിനോട് പറയാം, നിന്റെ പേരിന്റെ മേൽ ഞാൻ ഒരു അഭിഷേകം ഇടുക. ഓ ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പേരിട്ടിട്ട് പറയാം, നിന്റെ പേരിന്റെ മേലൊരു അഭിഷേകം. ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിന്റെ പേരിന്റെ മേലൊരു അഭിഷേകം വീഴട്ടെ, നിന്റെ പേരിന്റെ മേലൊരു അഭിഷേകം വീഴട്ടെ. വെറും ഒരു സാധാരണക്കാരനെ പോലെ ലോകം കാണുമ്പോൾ നിന്നെ ദൈവം നിന്റെ പേരിന്റെ മേൽ ഒരു അസാധാരണ അഭിഷേകം വെളിപ്പെടും. അബ്രഹാമിന്റെ മേൽ പേരിന്റെ മേൽ ഒരു അഭിഷേകം വെളിപ്പെട്ടു. പൗലോസ് യാക്കോബിന്റെ പേരിന്റെ മേൽ ഒരു അഭിഷേകം വെളിപ്പെട്ടു. സ്തോത്രം. പൗലോസിന്റെ മേൽ ഒരു പേരിന്റെ മേൽ ഒരു അഭിഷേകം വെളിപ്പെട്ടു. ആരുടെയൊക്കെ പേരിന്റെ മേൽ ഒരു അഭിഷേകം വെളിപ്പെട്ടിട്ടുണ്ടോ അവന്റെ ലൈഫ് ദൈവം തിരിച്ചിട്ടുണ്ട്. ദൈവം അവനോട് പറയും, നിന്റെ പേര് ഞാൻ ഇവിടെ ചേഞ്ച് ആക്കാൻ പോവാ, നിന്റെ പേര് ഇവിടെ ചേഞ്ച് ആക്കാൻ പോവാ. എന്താണ് അവന്റെ മേൽ ലൈഫിൽ അദ്ദേഹത്തെ ചേഞ്ച് ആക്കിയത്? ദൈവം അവനോട് പറഞ്ഞു, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പല്ലേറിയതും മൂർച്ചയേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി തീർക്കും. അവനോട് പറഞ്ഞൊരു പദമുണ്ട്, മോനെ, നിന്റെ ഈ പേരിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ഏത് പൊടിക്കാത്തത് നീ പൊടിക്കും. നീ ഏത് എനിക്കറിയത്തില്ല, ഏത് ഉയർന്നു നിൽക്കുന്ന പ്രശ്നമാകട്ടെ അത് നിന്നെ കൊണ്ട് പൊടിക്കാൻ പറ്റും. നിന്റെ പേരിന്റെ മേൽ ആ അഭിഷേകം ചലിക്കപ്പെടുമ്പോൾ ഏത് ഉടയാത്തതും ഉടയും. ആമേൻ. നമ്മൾ നോക്കിക്കേ, ഇസ്രായേൽ എന്ന പേര് യഹോവയായ ദൈവം ഒരുത്തിന്റെ മേൽ ഇട്ടുകൊടുത്തപ്പോൾ ആ പേരൊരു രാജ്യത്തിന്റെ മേൽ വീണു. ലോകത്തിന്റെ 198 രാജ്യങ്ങൾ ശ്രമിച്ചിട്ടും വെറും 3 ലക്ഷം പേര് മാത്രമുള്ളതും കേരളത്തിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ തൊടാൻ അവർക്ക് കഴിയുന്നില്ല. ലോകത്തിലെ 198 രാജ്യങ്ങൾ നിരന്നു നിന്നിട്ടും അവരെ തൊടാൻ പറ്റാത്തതിന്റെ കാരണം, ഒരു കാരണം ഞാൻ പറയാം, അതിന്റെ പേരിന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകമാ. ഇന്നെന്തോ എനിക്കിത് ദൂത് പറയാൻ എനിക്ക് ഭയങ്കര ഗൈഡൻസ്. പിശാച് നിന്റെ പേരിനെ അപമാനിക്കാൻ നോക്കിയെങ്കിൽ, പിശാച് ഇന്നലകൾ നിന്റെ പേരിനെ തകർക്കാൻ നോക്കിയെങ്കിൽ, സാത്താന്യ ശക്തികൾ നിന്റെ പേരിനെ ഒഴിവാക്കാൻ നോക്കിയെങ്കിൽ, താമെ വലിച്ചു കീറാൻ നോക്കിയെങ്കിൽ, ഇന്ന് രാത്രിക്കാലം ഞാൻ ഒരു ദൂത് പറയാ, നിന്റെ പേര് കേൾക്കുമ്പോൾ പൈശാച ശക്തികൾക്ക് ഭയമുണ്ടാകുന്ന പൈശാചിക ശക്തികൾക്ക് ഭയമുണ്ടാകുന്ന തലത്തിൽ നിന്റെ പേര് വളരും. പ്രവാചകൻ പറയുന്ന ഒരു പദമുണ്ട്, ഇനി നിന്റെ പേരിനെ ഞാൻ വലുതാക്കും, ഇനി നീ തിക്ത എന്ന് വിളിക്കപ്പെടത്തില്ല. ആമേൻ പറഞ്ഞിട്ട് നിന്റെ പേരിനെ ഞാൻ വലുതാക്കും. എന്റെ എത്ര പേര് ആത്മാവി പറയുന്നുണ്ട്, എന്റെ പേരിനെ ദൈവം വലുതാക്കും. ഇനി ഞാൻ തിക്ത എന്ന് വിളിക്കപ്പെടാൻ ഉള്ളവനല്ല. ഞാൻ ഷെബീമ എന്ന് വിളിക്കപ്പെടുന്നവനല്ല. യാക്കോബിന്റെ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ പോകാൻ എന്റെ പേര് ചലിക്കപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ.
ഈ പേരിന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകം വരുന്ന പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് കയറി വരുന്നൊരു പദമാ ഈ ഒരു സ്ഥലത്ത് ഒരിക്കലായി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ഭൂതമിളകിയിട്ട് മാക്സിമം ദൈവദാസന്മാർ ആ ഭൂതത്തെ പുറത്താക്കാൻ നോക്കിയിട്ടൊന്നും ആ ഭൂതം പോകുന്നില്ല. അവസാനം കാണാൻ ഞാൻ കേട്ടിട്ടുള്ളതാണ്, അവരെ യോനാപ്പച്ചനെ വിളിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സ്തോത്രം ഈ മെസ്സേജ് കൊടുത്തു. അവര് യോനാപ്പച്ചൻ വരാമെന്ന് പറഞ്ഞിട്ട് അവനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മുറിക്കകത്ത് അടച്ചിട്ട് കിടക്കുന്ന ഭൂതം വിളിച്ചു പറയുവാൻ ഞാൻ പോകുക. ദിവസങ്ങളായിട്ട് പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പോകാനും, ശാസിച്ചിട്ട് പോകാതിരിക്കുന്ന സാധനം. ആരും അവിടെ ശാസിക്കാനില്ല, ആരും അവിടെ പറയാനില്ല. പക്ഷെ ഭൂതം അവിടെ കിടന്ന് പറയാൻ ഞാൻ പോകുക. അവിടത്തേക്ക് ഓടിച്ചെന്നിട്ട് ചില ദൈവദാസന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പോകുന്നത്? ഇത്രയും നേരം ദിവസങ്ങളായി പോകാത്ത നീ എന്തുകൊണ്ടാ ഇപ്പം പോകുന്നു എന്ന് ചോദിച്ചു. ഉടനെ കാണാൻ പറഞ്ഞ പദം ഇങ്ങനെ, വാര്യാവരെ യോനാറ്റ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടു ഞാൻ പോകുവാണെന്നോ. ഇതൊക്കെ പറയുന്നത് ആരാ സ്വീകരിക്കുന്നത്? അഭിഷേകം ഉള്ളവന്റെ പേര് കേൾക്കുമ്പോ പൈശാചിക ശക്തികൾ ഭയക്കുന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം അടുത്ത ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. അടുത്ത ഒരു ദൈവ ശബ്ദത്തെ വഹിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. നീ ഒരു സ്ഥലത്ത് എൻട്രി ചെയ്യുമ്പോ അവിടുത്തെ ശക്തികൾ നിന്റെ പേര് കേൾക്കുമ്പോ ഇന്നലകൾ നീ ശാപമെന്ന് നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലകൾ നീ തകർന്നതാണെന്ന് നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസം തിരിയുക കുഞ്ഞെ, സീസം തിരിയുക. ഇന്നലകൾ നീ ആരെയൊക്കെ പേടിച്ച് യാക്കോബെ നീ ഓടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്റെ സീസം തിരിയുക. ഇന്ന് നീ കയറി ചെന്നലടം ചലനങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഈ ദൂത് പറയുമ്പോൾ തന്നെ ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് പലരുടെ കുടുംബങ്ങളുടെ മേൽ, അത് വ്യക്തികളുടെ മേൽ അത് റിലീസാകുന്നത് എനിക്ക് കാണാൻ കഴിയും, റിലീസാകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ പേരുകളുടെ മേലുള്ള ഒരു അഭിഷേകം, പേരിന്റെ മേൽ കിടക്കുന്ന ഒരു ചലനം. ആമേൻ, ആമേൻ, ആമേൻ. ഇത് യാക്കോബ് പറഞ്ഞ വാക്ക് ദൈവത്തെ എന്ത് ചെയ്തു? ചലിപ്പിച്ചു. അടുത്ത ഒരു വാക്യത്തിലേക്ക് നമുക്ക് ഒരു 1-2 വാക്യങ്ങളൊന്ന് വായിച്ചത് സഹായിക്കണേ. സ്തോത്രം. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 27-28 വേദാംശങ്ങളിലേക്ക് ഒന്ന് വരാം. മർക്കോസ് എഴുതിയ സുവിശേഷം 7:27-28. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ലെന്ന് പറഞ്ഞു. അവൾ അവനോട്, അതെ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം കൂടെ. അവൻ അവളോട്, ഈ വാക്കു നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. വീട്ടിൽ വന്നാറേ മതി ദിവസം. താങ്ക് യു. ഈ വാക്ക് നിമിത്തം യേശു അവളോട് പറയുക, പൊയ്ക്കൊള്ളാൻ. സംഭവം നമുക്കറിയാം. യേശു കർത്താവിന്റെ അടുത്തേക്ക് ഒരു ജാതിയായിരിക്കുന്ന ഒരു സ്ത്രീ കടന്നു ചെല്ലുന്ന സമയത്ത് അവൾ ചെന്ന് പറയുകയാണ്, എൻ്റെ മകൾക്ക് സുഖമില്ല, ഭൂതോദ്രവം പിടിക്കപ്പെട്ട് കിടക്കുക, ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ കിടക്കുക. ഉടനെ യേശു പറഞ്ഞൊരു മറുപടി ഇതാണ്, ആമേൻ, ഞാൻ മക്കൾക്ക് വേണ്ടി വന്നേക്കുന്നതാണ്. ആദ്യമേ മക്കൾക്ക് കൊടുത്ത് ക്ലിയർ ചെയ്യട്ടെ, അവർക്കുള്ളത് ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മേശമേലുള്ള അപ്പം ആ മക്കൾക്കുള്ളതാണെന്ന് യേശു പറഞ്ഞത്. ഉടനെ അവൾ പറഞ്ഞ അടുത്ത വാക്കിതാണ്, അത് ഞാൻ അംഗീകരിക്കുന്ന കർത്താവേ, ബട്ട് ആ മേശമേലിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുണ്ടല്ലോ, അത് ചെറുനായ്ക്കുട്ടികൾക്ക് അവകാശമുണ്ടല്ലോ എന്ന ഒറ്റ വാക്കങ്ങോട്ട് അവൾ പറയുകയും യേശു കർത്താവ് അവിടെ വായിക്കുന്ന ആ വാക്കു നിമിത്തം, അവിടെ വായിക്കുന്ന ഇങ്ങനെയാ, ആ വാക്കു നിമിത്തം എന്ത് ചെയ്തു? യേശു അവളോട് പറഞ്ഞു, നീ പോയിക്കൊള്ളു, നിന്റെ സൗഖ്യമായിരുന്നു. ഇത് എന്താണ് ഇതിന്റെ വെളിപ്പാട്? അവൾ പറഞ്ഞത്, രണ്ടുപേരും ഫുഡിന്റെ കാര്യമാ പറഞ്ഞു. ഒരാൾ പറഞ്ഞു ടേബിളിന്റെ ഫുഡ്, അടുത്ത ആൾ പറഞ്ഞു നാമേശ്വത്ര താഴെ വീഴുന്ന ഫുഡ്. അമേൻ. പക്ഷെ ഇത് പറഞ്ഞത് ഒരു ഫുഡല്ല, ഇതൊരു വെളിപ്പാടാ പറഞ്ഞത്. ഇവൾ പറഞ്ഞത്, ഞാൻ ജാതിയായിരിക്കുന്ന ഒരു സ്ത്രീ, അവനാണ് സ്ത്രീയാണ്. ഈ സ്ത്രീ ഒരു വെളിപ്പാട് പറയും. എന്ത് വെളിപ്പാട് ഇവൾ പറഞ്ഞേ? ഇവൾ പറഞ്ഞത്, യേശുവേ, അങ്ങ് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങ് വന്നത് സ്വന്തമായവരിലേക്കാ വന്നത്, ശരി തന്നെയാ.
പക്ഷേ അടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കാൽവറിയുടെ ക്രൂശെങ്കിൽ അങ്ങ് തകരപ്പെടുന്നത്, അങ്ങയുടെ ശരീരം നുറുങ്ങപ്പെടുന്നത്, അങ്ങയുടെ ശരീരം ഉടയപ്പെടുന്നത് ജാതിയാകുന്ന എനിക്കും എൻ്റെ മകൾക്കും വേണ്ടിയിട്ടാണെന്നുള്ളൊരു വെളിപ്പാട് അവൾ കയറി പറഞ്ഞത്. ഓ ആമേൻ. അവൾ പറഞ്ഞത് ഒരു വെളിപ്പാടാ. ആ വെളിപ്പാട് കേട്ടപ്പോഴാ യേശു പറഞ്ഞത്, മോളെ നീ പോയിക്കോ, നിന്റെ കുഞ്ഞിന് സൗഖ്യമായെന്ന്. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ ഒരു വിളിച്ചു പറയാം, ആർക്കുമില്ലാത്തൊരു വെളിപ്പാട് നിനക്കുണ്ടാകട്ടെ, ആർക്കുമില്ലാത്തൊരു അഭിഷേക വ്യത്യസ്തത നിനക്കുണ്ടാകട്ടെ. ആമേ. കൂട്ടത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഒരു ജാതിയായിരിക്കുന്ന ഒരു വ്യക്തി കയറി നിന്നിട്ട് പറയുക, ആമേ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, പക്ഷെ ശരി തന്നെയാ, പക്ഷെ ഒറ്റ ഒരു കാര്യം, അടുത്ത ദിവസം ആ ക്രൂശിന്റെ മുകളിലേക്ക് കയറി നിന്ന് അങ്ങ് രക്തം ചൊരിയുമ്പോൾ ആമേ സ്തോത്രം, ആ ശരീരം നുറുങ്ങപ്പെടുന്നത് എനിക്ക് മാത്രമല്ല ജാതിയായിരിക്കുന്ന സകലർക്കും വേണ്ടിയിട്ടല്ലേ. യോ സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ജാതിയായ എനിക്കും നിന്റെ അതിന്റെ അവകാശം ഉണ്ടല്ലോ. എനിക്കറിയത്തില്ല, വാക്കൊക്കെ പറയും, എൻ്റെ ദേഹത്തൊരു ദൈവശക്തി അടിക്കുന്നു. അതിന്റെ അവകാശം ഉണ്ടല്ലോ. ആ ജാതിയാകുന്നവർക്ക് സകലർക്കും വേണ്ടി അങ്ങ് നുറങ്ങപ്പെടുമ്പോൾ ജാതിയാകുന്ന എനിക്കും അതിന്റെ അവകാശമുണ്ട്, എൻ്റെ മോക്കും അതിന്റെ അവകാശമുണ്ട്. സാക്ഷാൽ രോഗങ്ങളെ നീ വഹിക്കുന്നവനല്ലേ, നിന്റെ അടിപ്പിണരാൽ സൗഖ്യം ഉണ്ടാകുന്നതല്ലേ അന്ന്. ഓ ഹല്ലേലൂയ. ഓ റമകസിയംദന ബലഗടഗസിയംതേരി ബലഗടഗശാന്തരഗടഗസിയലബ. അവൾ പറയുക, അവൻ സാക്ഷാൽ എൻ്റെ രോഗങ്ങളെ വഹിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കാൽവരിയുടെ ക്രൂശിൽ കയറാൻ പോകുന്നത്. ആമേ, അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം ഉണ്ടെന്നല്ലേ ആമേ അങ്ങ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പാമേ വെവ്രപ്പാടി പറയുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയപ്പെടുന്നു, ഒരു വെളിപ്പാടിനകത്ത് കയറി ഒരു തലമുറ പറഞ്ഞപ്പോൾ ചലിക്കാത്ത കർത്താവ്, കാമ്യമേനമേ സൈലന്റ് ആയിട്ട് നിന്ന കർത്താവ് വാക്കിനകത്ത് കർത്താവ് ചലിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, വെറും ജപനം പോലുള്ള വാക്കുകൾ പറയാതെ, ആരും പറയാത്തൊരു വെളിപ്പാട് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി പറ. ആർക്കുമില്ലാത്തൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ നിന്റെ വിഷയത്തിനകത്ത് നോക്കി പോരാട്ടം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, നിന്റെ വിഷയത്തിനകത്ത് നോക്കി അയ്യോ കഴിയത്തില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, നീ അറിഞ്ഞവനെ ചലിപ്പിക്കുന്ന ഒരു വെളിപ്പാടിനകത്തേക്ക് കയറ്. ഓ യേശുവിന്റെ നാമത്തിൽ ആ വെളിപ്പാട് നിന്റെ അകത്തേക്ക് കയറുവാൻ തുടങ്ങിയ ഒരു കാര്യം ഉറപ്പാണ്, സാധാരണമല്ല അസാധാരണമായത് നടക്കും. സാധാരണമല്ല അസാധാരണമായത് നടക്കും. യേശുവിന്റെ നാമത്തിൽ ആരും പറഞ്ഞിട്ടില്ലാത്തത് പറയുക, ആരും പറഞ്ഞിട്ടില്ലാത്തൊരു വെളിപ്പാടി കയറുക, ആരും കണ്ടിട്ടില്ലാത്തൊരു വെളിപ്പാടി കയറുക. ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആമേ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ സ്വതന്ത്രം, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്തെ ആമേ സ്വതന്ത്രം നമുക്ക് കയറുമ്പോൾ ആമേ പെട്ടെന്ന് അനൗൺസ്മെന്റ്, കൃപയാ ധ്യാൻ കീജിയെ എന്നൊക്കെ ഉള്ള അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കും. അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ദിവസം എന്നെ ഒരാൾ വിളിച്ചപ്പം എന്നോടൊരു ചോദ്യം, അവർ അത്ര ട്രാവൽ എക്സ്പെൻസ് ഉള്ളതല്ല. അപ്പൊ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ആമേ സ്തോത്രം, ആമേ പാസ്റ്റേ ഇവിടെ ഈ സൗണ്ട് ശബ്ദം പറയുന്ന ആളുകളാണോ? ആമേ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ആള് തന്നെയാണ് കോഴിക്കോട് ഇരിക്കുന്ന ആള് തന്നെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആള് തന്നെയാണ് പാലക്കാടും ഇരിക്കുന്ന. അതെന്തോ അങ്ങനെ? ഞാൻ പറഞ്ഞു, ഇതൊരു സോഫ്റ്റ്വെയറാ. ഈ സോഫ്റ്റ്വെയറിനകത്ത് വോയിസ് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുക. ഇതൊരു സിസ്റ്റം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ടൈപ്പ് ചെയ്തേക്കുന്ന രീതിയിൽ ആ വോയിസ് പുറത്തു വരും. ഇതേപോലെ പലപ്പോഴും നമ്മുടെയും പ്രാർത്ഥനാ മുറിയിലോട്ട് അങ്ങോട്ട് കയറും, പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗത്തിലെ നല്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. ആമേൻ സ്തോത്രം. എന്നിട്ട് ഈ കാണാതെ പഠിച്ചേക്കുന്നത് പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു പോകും. പക്ഷെ കർത്താവിന് അങ്ങനെ അല്ലല്ലോ വേണ്ടുന്നേ. കർത്താവിന് വേണ്ടത് കുഞ്ഞ് വെളിപ്പാടി വാ. ആരും പറയാത്ത വാക്കുകളുമായി നീ കയറ്. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനല്ല, ആമേൻ സ്തോത്രം, കാണാതെ പഠിച്ചിരിക്കുന്ന ജപന വാക്കുകൾ പറയാനല്ല, ആരും പറയാത്ത വെളിപ്പാടി കയറ്. അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ബൈബിൾ വായിക്കുമ്പോൾ ആ ബൈബിളിനെ നോക്കിയിട്ട് പറ, ആമേൻ സ്തോത്രം, അത് എന്നോടുള്ള ദൂതാണ്. എങ്ങനെ ദൂത് പറയണം? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വിഷയമുണ്ട്. ഏലിയാവ് തേരിനൊത്തുകൊണ്ടും ചേർന്ന് നടന്നു. ഏലിയാവ് തേരിനേക്കാൾ മുന്നേ കയറിയെങ്കിൽ നീ പറയണം, അവിടെ നിന്റെ പേരിനോട് പറയണം, ഈ സീസണിൽ അഭിഷേകത്തെ തേരുകളെക്കാൾ മുമ്പ് ഞാൻ കയറും.
ആ വെളിപ്പാടി വായിക്കണം. ബൈബിൾ വെളിപ്പാടി വായിച്ചു നോക്കണം. വെളിപ്പാടി ബൈബിൾ വായിച്ചു നോക്കണം. ആമേ. ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നെങ്കിൽ നീ പറയണം, അടുത്ത തേരുകൾ കൊത്തവണ്ണം ചേർന്ന് ഓടുവാൻ നിന്റെ പേരിനെ അവിടെ കൊണ്ടുവരണം. വെളിപ്പാടിക്കടി ബൈബിൾ വായിച്ചു നോക്ക്, വെളിപ്പാടിക്കടി പറഞ്ഞു നോക്ക്. ഒരു കാര്യം ഉറപ്പ്, സാധാരണമല്ല അസാധാരണമായി ഇത് നിങ്ങളുടെ ലൈഫിൽ നടക്കും. ആമേ. സ്തോത്രക്കല്ലേലൂയ. നമ്മൾ വായിക്കുന്ന എന്തോ ഒരിടത്തും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധ നമ്മുടെ കൂടാരത്തിന് നേരെ അടിക്കത്തില്ല. ആ ഗ്ലോറിക്കകത്ത് ആമയും പറഞ്ഞു പോകും. കുറച്ച് കാണാതെ വാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന വാക്യങ്ങൾ മാത്രമല്ല, ഓരോ തിരുവചനം വായിക്കുമ്പോൾ ചില പ്രോഫറ്റിക്കൽ മേഖലകൾ, ചില ആഴമേറിയ സാധനങ്ങൾ അവിടെ വായിക്കുമ്പോൾ അവിടെ പേര് നിന്നോട് ചേർത്ത് വെക്ക്. എന്നിട്ട് പറയാ, ഇത് എന്നിൽ നടക്കാൻ പോവാ, ഇത് ഞാനാ സംഭവിക്കാൻ പോകുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഏലിയാവോ ഞാനായി മാറും. അയ്യോ, ഇതൊക്കെ വിശ്വസിക്കുകയില്ലോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അടുത്ത ഒരു ജനറേഷനെ പൊക്കാൻ എന്റെ കരങ്ങളെ ദൈവം ഉപയോഗിക്കും. ഒരു പത്രോസിന്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായെങ്കിൽ പറ, എന്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുക. ഞാൻ സ്റ്റേജുകൾ കയറുമ്പോൾ, ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവിടെ വിടുതലുകൾ നടക്കും. കമാൺ. ഇത് പറയുന്ന ഒരു തലമുറയെ ദൈവത്തിന് വേണ്ടുന്നത്. ഹലോ, ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ പറയുന്ന ഒരു തലമുറ ഇതിനകത്തുണ്ടെങ്കിൽ ഈ രാത്രി പറയാം, അടുത്ത ദിവസങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകൾ മാറും. അടുത്ത ദിവസങ്ങൾ വീടിനകത്തുള്ള അന്തരീക്ഷങ്ങൾ മാറും. കാരണം ഡിഫറന്റ് ഒരു തലമുറയെ ദൈവത്തിന് വേണം. ഡിഫറന്റ് ഒരു തലമുറയെ ദൈവത്തിന് വേണം. ഹല്ലേലൂയ. ഞാൻ പോകാം. അടുത്തൊരു വാക്യം കൂടെ ചേർന്ന് വായിക്കാം. 2 വാക്യം കൂടെ വായിച്ച് സഹായിച്ചാൽ മതി. അവൾ വായിക്കാം. ആമേ. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46, 47, 48 വാക്യങ്ങളൊന്ന് ചേർന്ന് വായിക്കണമേ. മർക്കോസ് 10-ന്റെ 46, 47, 48 വാക്യങ്ങൾ. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു. അപ്പോൾ യേശു നിന്നു. മതി. ഈ വാക്യഭാഗമൊക്കെ നമുക്ക് കാണാതറിയുന്ന ഭാഗം. ഒരു ദൂത് പറയാൻ വേണ്ടി മാത്രമാണ് അത്രയും വായിപ്പിച്ചത്. നമുക്കറിയാം, തിമയുടെ മകനായിരിക്കുന്ന ബർത്തിമായി റോഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബർത്തിമായി യേശു അതുവഴി വരുന്നു എന്ന് കേട്ടിട്ടു. അവിടെ വായിക്കുന്നു എങ്ങനെ അല്ലെ? യേശു അതുവഴി വരുന്നെന്ന് എന്ത് ചെയ്തു? കേട്ടിട്ട്. അവൻ കണ്ടില്ല, അവൻ കേട്ടു. അവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്ക്, ആമേ സ്തോത്രം, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നൊരു വാക്ക്. എന്നൊക്കെ യേശു അതുവഴി വരുന്നു എന്ന് അവൻ കേട്ടത് എങ്ങനെ കേട്ടു? അവൻ കാണാൻ പറ്റത്തില്ലല്ലോ. അവൻ കേൾക്കുന്നത് മുഴുവനും ഒരു യേശുവിന്റെ കൂടെ യേശു നടക്കുന്ന സമയത്ത് 100 കണക്കിന് പേർ, ഒരുപക്ഷെ 1000 പേർ, എത്രയോ പേര് യേശുവിന്റെ കൂടെ നടക്കുക. പക്ഷെ അവരെല്ലാം വിളിക്കുന്ന വിളിയുണ്ട്, യേശുവേ 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 യേശുവേ. ഇവരെല്ലാം ആമേൻ യേശുവേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ അതിൽ നിന്ന് ഡിഫറന്റ് ആയ ഒരു വിളി വിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്ന്. കോമൺ ആയിട്ട് ഒരു കൂട്ടർ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ആരും പറയാത്ത വെളിപ്പാടി കയറി ദാവീദിന്റെ പുത്രനായവനായ യേശുവേ. കുറച്ചും കൂടെ ഞാൻ കുറച്ചും കൂടെ കയറി പറഞ്ഞ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായ ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നുള്ള വിളി അങ്ങോട്ട് വിളിച്ചപ്പോൾ, ഈ വിളിക്കകത്ത് ചിലരെ അസ്വസ്ഥരാക്കി. അത് വേറെ കാര്യം. വെളിപ്പാടി കയറി അങ്ങോട്ട് വിളിച്ചപ്പോൾ ചിലർക്ക് അസ്വസ്ഥതയായി. ഇന്ന് രാത്രിക്കാരും ആർക്കും ഇല്ലാത്ത വെളിപ്പാട് നിനക്കുണ്ടെങ്കിൽ അസ്വസ്ഥത എഴുന്നേക്ക് ഉറപ്പാ. ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ നിന്നെ തുടങ്ങിയോ, നിന്നെ ഒതുക്കാനും മിണ്ടാതിരിക്കും. മതി നിന്റെ ശുശ്രൂഷ, മതി നിന്റെ വിളി, മതി നിന്റെ ആരാധന. ഇത് പറയാൻ ഒത്തിരി പേര് കാണും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, വെളിപ്പാടുള്ളവൻ, നോർമിൽ നിൽക്കുന്നവൻ വെളിപ്പാടില്ലാത്തവനായിട്ട് സെറ്റിൽമെന്റ് ചെയ്യാൻ പോകരുത്. വെളിപ്പാടുള്ളവനും വെളിപ്പാടില്ലാത്തവനും തമ്മിൽ സെറ്റിൽമെന്റ് ചെയ്യാൻ പോകരുത്.
അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ അവിടെ സെറ്റിൽമെന്റ് ചെയ്യാൻ പോയില്ല. അവൻ വീണ്ടും വിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്ന് അവൻ വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ച ഉടനെ യേശു നിന്നു. അതാ ഇമ്പോർട്ടന്റ് പദം. ആ വാക്ക് വീണ്ടും യേശു കേട്ടപ്പോൾ യേശു നിന്നു. അവനോട് പറഞ്ഞു, അമ്മേ ആര് മിണ്ടാതാക്കാൻ പറഞ്ഞു? അവരെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക അഭിഷേകത്തെ വെളിപ്പാടില്ലാത്തവനുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ നടക്കരുത്. ഓ ഹല്ലേലൂയ. വെളിപ്പാടില്ലാത്തവൻ പറയും നിന്റെ വെളിപ്പാട് ശരിയല്ല, നിന്റെ വെളിപ്പാട് അങ്ങനാണ്, നീ മതി ഒതുങ്ങി, നീ അങ്ങനെ അവിടെ നിൽക്കും, നീ ഇത്തരം ചെയ്താൽ മതി, നീ മിണ്ടണ്ട, ഇതൊക്കെ പറയും. ഞാൻ പറയാം, വെളിപ്പാടുള്ള നീയും വേറെ വെളിപ്പാടില്ലാത്തവനും കോംപ്രമൈസ് ചെയ്താൽ നിന്റെ ലൈഫ് എന്നും അങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ കോംപ്രമൈസ് ചെയ്യാത്തൊരു തലമുറ ഇതിനകത്ത് നിന്ന് എഴുന്നേക്കണം. ഓ റാമകബ ശാന്തന റമസിയം ദേരിബ പ്രഭാതന ഘടക. കോംപ്രമൈസ് ചെയ്യാത്തൊരു തലമുറ ഇതിനകത്ത് നിന്ന് എഴുന്നേക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, അറാമസിയ ദൈവം നിന്നെ ഉപയോഗിക്കും, ദൈവം നിന്നെ ഉപയോഗിക്കും. കോംപ്രമൈസ് ചെയ്യാത്ത, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകത്തൊരു തലമുറ ഇതിനകത്ത് നിന്ന് എഴുന്നേക്ക്. റിമിസിയം ദേരിബൽ പ്രമാദന ഘടക. മറ്റുള്ളവൻ ചിലപ്പോൾ നിന്നെ കല്ലെടുത്ത് എറിഞ്ഞേക്കാം, മറ്റുള്ളവൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞേക്കാം. പക്ഷേ അവന്റെ വാക്ക് കേട്ട് നിന്റെ ശുശ്രൂഷ ഇല്ലാതാക്കരുത്. അവന്റെ വാക്ക് കേട്ട് നിന്നീ പ്രാപിച്ച വെളിപ്പാട് അടക്കി വെക്കരുത്. അവന്റെ സുവാക്കുകൾ കേട്ട് നിന്റെ ആത്മീയം ഒതുക്കാൻ നിൽക്കരുത്. എതിർക്കുന്നവൻ എതിർക്കട്ടെ, തടയാൻ നിൽക്കുന്നവർ തടയട്ടെ. പക്ഷേ നിന്റെ വാക്കിനകത്ത് കർത്താവ് നിൽക്കുന്നത്. ഓ ഹല്ലേലൂയ. കർത്താവ് അവിടെ നിന്നു, കർത്താവ് അവിടെ നിന്നു, കർത്താവ് അവിടെ നിന്നു. ആമേ. കർത്താവ് അവിടെ നിന്നിട്ട് അടുത്ത ഒരു പദം പറഞ്ഞു, അവൻ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ആമേൻ. അവിടെ വിളിപ്പീൻ. ഒന്നും കൂടെ ഞാൻ വെളിപ്പാട് ഞാൻ പറയാം. യേശു അവിടെ നിന്നു, അവനെ വിളിപ്പി. അതിൻ്റെ ഒരു കാര്യം പറയാം മോനെ, വെളിപ്പാടുള്ള നീ ഒരു വിളി വിളിച്ചപ്പോൾ കർത്താവിനെ നിർത്തിയെങ്കിൽ ഇനി ഒരു പ്രത്യേകത, നിന്റെ കാര്യം നടത്താതെ കർത്താവിനെ അടുത്ത സ്റ്റെപ്പ് വെക്കത്തില്ല. ഓ എത്ര പേരതിനെ ആമേൻ പറയും. നിന്റെ തലമുറയുടെ കാര്യത്തെ നടത്താതെ ഇനി ദൈവം അടുത്ത സ്റ്റെപ്പ് വെക്കത്തില്ല. നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന് പരിഹാരം കാണിക്കാതെ കർത്താവിനെ അടുത്ത സ്റ്റെപ്പ് വെക്കത്തില്ല. ഓ റാബാക്കബ. ഒരു അന്യഭാഷയിൽ പ്രാപിച്ചിട്ടുള്ളവർ ഒരു നിമിഷം അന്യഭാഷയിൽ ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ച് വെളിപ്പാടി പറഞ്ഞ്, എന്റെ കാര്യം നടത്താതെ ഈ രാത്രി കർത്താവ് മാറത്തില്ല. ഉടമതന റമനബ ശാന്തനബ അന്തുനിയ റബലഘടക സഗജകൾ കമാനഘടക. എനിക്കറിയാം ഇതൊരു ഓൺലൈനിൽ കൂടെ നടക്കുന്ന മീറ്റിംഗാ. പക്ഷെ എന്തോ ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് ചില വ്യക്തികളിലേക്ക് ഡൈവേർട്ട് ആകുന്നു, ചില കുടുംബങ്ങളിലേക്ക് അത് ഡൈവേർട്ട് ആകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്ക്. പിശാച് പറഞ്ഞു നീ എഴുന്നേക്കത്തില്ല, പിശാച് പറഞ്ഞു നടക്കത്തില്ല, പിശാച് പറഞ്ഞു വിടുതൽ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ദൈവം നിന്നോട് പറയുക, നിന്റെ വിഷയം നടത്താതെ ഞാൻ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകത്തില്ല, നിന്റെ കാര്യം നടത്താതെ ഞാൻ മാറത്തില്ല. ഗ്ലോറി ടു ഗോഡ്. നിനക്ക് വേണ്ടി ഞാൻ എന്റെ കരത്തെ അയക്കാതെ അവൻ ഞാൻ മാറത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഈ രാത്രി എന്നോട് ആ ദൂത്, എന്റെ കുടുംബത്തോട് അത് ദൂത്, ഞാൻ ഉപവസിക്കുന്ന വിഷയത്തോട് ആ ദൂത്, എന്റെ ജോലിയോടാണ് ആ ദൂത്, എന്റെ ആരോഗ്യത്തോടാണ് ദൂത്. കമാൻ 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 റിമിസിയന്തന. എന്റെ ശുശ്രൂഷയോടാണ് ആ ദൂത്, എന്റെ ലൈഫിനോടാണ് ആ ദൂത്, എന്റെ ജനറേഷൻ, എന്റെ തലമുറയോടാണ് ആ ദൂത്. നിന്റെ തലമുറയുടെ നിന്റെ വിഷയത്തെ നടത്താതെ കർത്താവ് ഒരു സ്റ്റെപ്പ് വെക്കത്തില്ല. എത്ര പേരാമീൻ പറഞ്ഞാട്ട്, എത്ര പേരാമീൻ പറഞ്ഞാട്ട്. ഇതിനേക്ക് ഒരാളോട് ദൂത് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് പലരോടും ഈ ദൂത് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുക, പലരുടെയും വീടിനകത്ത് ഈ ദൂത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഒരു പേര് പറയാൻ പറ്റത്തില്ല, പക്ഷെ അസാധാരണമായ ഒരു ദൈവിക പ്രവൃത്തിയുടെ മൂവ്മെന്റ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. അടുത്ത പ്രഭാതങ്ങള്, അടുത്ത വരുന്ന ചില ദിവസങ്ങള്, ഇന്ന് രാത്രി ഈ ദൂതിന്റെ റിസൾട്ടുകൾ നീ കാണാൻ പോകുകയാണ്. ഈ പറഞ്ഞ ദൈവ ശബ്ദം നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ കര, നിനക്ക് വേണ്ടി കാര്യങ്ങളെ നടത്തിത്തരാം നിൽക്കുന്ന ദൈവം, നിൽക്കുന്ന ദൈവം. വെയിറ്റ് ചെയ്യുക. കമാൻ. നീ വരാതെ നടക്കത്ത്. ഓ എനിക്ക് പെട്ടെന്നൊരു വാക്ക് ദാവ്യമേ ശമൂവേൽ പറയുന്നത് പോലെ അവൻ വരാതെ പന്തി നടക്കത്തില്ല. കമാൺ. അവൻ വരാതെ പന്തി നടക്കത്തില്ല. നീ വരാതെ, നീ എഴുന്നേറ്റ് വരാതെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് വെക്കാൻ പറ്റത്തില്ല. അവനെ വിളിപ്പിൻ, അവനെ വിളിപ്പിൻ. ആമീനെ. ഓ റിമിസിയാം തേരി പ്രമാദന ഘടക അൽകോരി മച്ചസ്യാം തേരി മാന സിയാം തേരി അടമദിനിയ റമദനിയ ലമദനിയ. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ
നീ വരാതെ നടക്കത്തില്ല. നീ ചെല്ലാതെ നിന്റെ വിഷയം സോൾവ് ആക്കിയിട്ടേ ദൈവം അടുത്തത് ഏറ്റെടുക്കത്തുള്ളൂ, അടുത്ത സ്റ്റെപ്പ് വെക്കത്തുള്ളൂ. കമാൺ, അത് നിന്റെ സാമ്പത്തികമാകട്ടെ, അത് നിന്റെ ആരോഗ്യപരമായ വിഷയമാകട്ടെ, അത് നിന്റെ ശുശ്രൂഷയാകട്ടെ, ഏതുമാകട്ടെ, ഇന്ന് രാത്രി സ്വർഗ്ഗം വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ചിലത് ചെയ്തു തരാൻ പോകുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ ചിലത് തുറന്നു തരാൻ പോകുകയാണ്. കമാൺ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് പ്രവചിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആത്മാവിൽ എവിടെ നിന്ന് പോകാം. ആമേൻ. അവന്റെ വാക്കുകൾ കർത്താവിനെ ചലിപ്പിച്ചു. കർത്താവ് അവിടെ നിന്നു. ആർക്കുമില്ലാത്തൊരു വെളിപ്പാട് അവൻ പറഞ്ഞപ്പോൾ യേശു നിന്നു. യേശു നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിപ്പീൻ. ഇന്ന് രാത്രിയിൽ കർത്താവിൽ ആത്മാവിൽ ഞാൻ പറയാം, ആർക്കുമില്ലാത്തൊരു വെളിപ്പാട്, ആർക്കുമില്ലാത്തൊരു ദൈവശബ്ദം, ആർക്കുമില്ലാത്തൊരു ദൈവമഹത്വം നിന്റെ ലൈഫിൽ കർത്താവ് തരാൻ പോകുകയാണ്. നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇപ്പോൾ ഞാനത് കൽപ്പിക്കുന്നു ഇൻ ജീസസ് നെയിം. മറ്റൊരു പദം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി 16:16 കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. മത്തായി 16:16 യേശുവിന്റെ നാമത്തിൽ, പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർന്നവനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാനൊരു സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മതി. വളരെ ബ്ലെസ്സഡ് ആയിട്ടുള്ള വാക്യമാണ്, നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. ആ ഭാഗം നമുക്കറിയാം. ഫിലിപ്പിന്റെ കൈസറിൽ വെച്ചുകൊണ്ട് യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ എന്താണ്? ജനം എന്ത് പറയുന്നു? ആമേൻ. അവരെല്ലാവരും കോമൺ ആയിട്ടുള്ള ചില വെളിപ്പാടുകൾ പറഞ്ഞു. കർത്താവേ, അങ്ങയെക്കുറിച്ച് അങ്ങ് യോഹന്നാനാണ്, അങ്ങ് യെരമിയ പ്രവാചകനാണ്, അങ്ങ് ഏലിയാവാണ് എന്നുള്ള വെളിപ്പാടുകളാണ് അവർ നിരത്തിയത്. എന്നാൽ അവരുടെ ഇടയിൽ വെച്ച് വ്യത്യസ്തമായ ഒരു വെളിപ്പാട് പറയാൻ ഒരു തലമുറ എഴുന്നേറ്റു. ആ തലമുറയുടെ പേരാണ് പത്രോസ്. ആ പത്രോസ് വന്ന് യേശുവിന്റെ അടുത്തേക്ക് പറഞ്ഞു, കർത്താവേ, ഇവരാരും പറഞ്ഞ വെളിപ്പാടല്ല എനിക്ക് നിന്നോട് പറയാനുള്ളത്. എൻ്റെ അകത്ത് എനിക്കൊരു വെളിപ്പാട് എൻ്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. കമാൺ, നിന്റെ വെളിപ്പാട് എന്താണ്? അവൻ പറയും, ആമേൻ, 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 സ്തോത്രം, ആമേൻ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നൊരു വെളിപ്പാടാക്കി പറഞ്ഞത്. ഇത് കേട്ട ഉടനെ കൊള്ളാം മോനെ, ഗുഡ് എന്ന് പറഞ്ഞ് യേശു അവനെന്നിച്ച് വിടുകയല്ല ചെയ്തത്. ഈ വാക്ക് കേട്ടതും യേശുവിനെ ചലിപ്പിച്ചു. ഒത്തിരി പേർ അവിടെ നിൽക്കുമ്പോൾ, ഒത്തിരി പേർ നോർമലിൽ ഒരു വെളിപ്പാട് പറയുമ്പോൾ, സാധാരണ വാക്കുകൾ കൊണ്ട് യേശുവിനെ തൃപ്തിപ്പെടുത്താൻ നോക്കിയപ്പോൾ ഒരുത്തനും പറഞ്ഞിട്ടില്ലാത്തൊരു വാക്ക്, കമാൺ, ആരും പറഞ്ഞിട്ടില്ലാത്തൊരു വാക്ക് കയറി പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവനോട് ദൈവം പറഞ്ഞത്, മോനെ കൊള്ളാമെന്ന് പറഞ്ഞു പോവുകയല്ല, പിന്നെയോ അവന്റെ കയ്യിലേക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോലെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. കമാൺ, വെളിപ്പാടുള്ളവന്റെ കയ്യിലെ താക്കോല് വരുന്നത്. കമാൺ, വെളിപ്പാടില്ലാത്തവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാടുള്ളവന്റെ കയ്യിൽ അധികാരത്തിന്റെ താക്കോലുകൾ വരും. സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാടുള്ളവൻ അധികാരത്തിന്റെ താക്കോലുകൾ പിടിച്ചിട്ട് അവനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഭൂമിയിൽ കെട്ടിയ നീ സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിച്ച ഞാൻ സ്വർഗത്തും അഴിക്കപ്പെടും. കമാൺ, ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവി പറയാം, വെളിപ്പാടുള്ളവന്റെ കയ്യിൽ താക്കോല് കിട്ടിയത് വെറും ഒരു താക്കോലല്ല കിട്ടിയത്, അധികാരത്തിന്റെ താക്കോല കിട്ടിയത്. അധികാരത്തിന്റെ താക്കോല കിട്ടിയത്. ഈ രാത്രിയിൽ എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, അമ്മി സ്തോത്രം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. ലോകത്തിന്റെ ഏതൊക്കെ ശക്തികൾ, മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, ജാതീയ പോരുകൾ നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാലും അതിനൊന്നും നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. കമാൺ, കാരണം എന്തെന്ന് വെച്ചാൽ അധികാരത്തിന്റെ താക്കോൽ അവന്റെ കൈക്കകത്ത് കൊടുത്തിരിക്കുന്നു. നീ പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും, നീ പറഞ്ഞ നീ പറഞ്ഞ ഞാൻ ചിലത് നടത്തും. സഭ, ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ, നിങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവി ഞാൻ പ്രവചിച്ചു പറയുന്നു, നീ ചിലത് ഡിക്ലെയർ ചെയ്ത് നോക്ക്. സഭയെ നോക്കി ഡിക്ലെയർ ചെയ്യ്, കുടുംബങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യ്, ദേശത്തെ നോക്കി ഡിക്ലെയർ ചെയ്യ്, ഫാമിലികളെ നോക്കി ഡിക്ലെയർ ചെയ്യ്. നിങ്ങൾ പറഞ്ഞ് നടന്നിരിക്കും. അതിന്റെ അർത്ഥം അധികാരം ദൈവം തന്നിരിക്കുക, അതോറിറ്റി ദൈവം തന്നിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അവൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാനല്ല, നിങ്ങളെ കൊണ്ട് കർത്താവിനെ ചെയ്യിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഈ കർത്താവിന്റെ
പ്രിയപ്പെട്ടവരാണ്, നിങ്ങൾ കർത്താവിന്റെ പ്രിയരാണ്. യേശുവിന്റെ നാമത്തിൽ നാം ഒരുമിച്ച് പറഞ്ഞു നോക്കിയ ദേശം നമ്മുടെ കയ്യിലിരിക്കും. ദേശങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചിച്ചു പറ, അത് സംഭവിക്കാൻ പോകുക. നീ സ്ട്രഗിൾ ചെയ്യുന്ന ജോലിയിലാണോ, നീ സ്ട്രഗിൾ ചെയ്യുന്ന നിന്റെ കുടുംബത്തിന്റെ വിഷയങ്ങളിലാണോ, നിന്റെ തലമുറപരമായ വിഷയത്തിനകത്താണോ, നിനക്കൊരു പുതിയ വഴി തുറക്കുന്ന വിഷയത്തിനകത്താണോ, കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായ വിഷയത്തിനകത്താണോ, അതിനെ നോക്കി ഇന്ന് രാത്രികാലം പറ, തുറക്കപ്പെട്. അടഞ്ഞു കിടക്കുന്ന വിഷയത്തെ നോക്കി പറ, തുറക്ക് കമാൺ. ഹല്ലേലൂയ. ഉറവകളെ, നീരുറവകളെ ആമേൻ സ്തോത്രം അടച്ചു വെച്ചിട്ടുണ്ടോ എങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് പറയുന്നു, ഉറവയെ നിനക്ക് അടച്ചു വെക്കാൻ കഴിഞ്ഞെങ്കിൽ ആമേൻ ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ കിണറുകൾ പൊങ്ങി വരാൻ പോകുക. കിണറേ പൊങ്ങുക. ചിലത് പൊങ്ങി വരും, ചിലത് ഈ ദിവസങ്ങളിൽ പൊങ്ങി വരും. കർത്താവ് നിന്റെ ലൈഫിനകത്തേക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ തരാൻ പോകുക. സൂപ്പർ നാച്ചുറൽ മിറക്കിൾസുകൾ, സൂപ്പർ നാച്ചുറൽ ബ്രേക്ക് ത്രൂകൾ, സൂപ്പർ നാച്ചുറൽ ഡോറുകൾ നിങ്ങളുടെ ലൈഫിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. ആരാ സ്വീകരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു വെളിപ്പാട് കയറണം, എനിക്ക് ആരും പറയാത്ത വെളിപ്പാട് കാണണം, ആരും പ്രവചിക്കാത്തത് എനിക്ക് പ്രവചിക്കണം. എത്ര പേര് അതിന് ആമേൻ പറയും? ആരും കാണാത്ത ദർശനം, ആരും കാണാത്ത വചന വെളിപ്പാട്, ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത വചനത്തിന്റെ മർമ്മങ്ങൾ എനിക്ക് കിട്ടണം. കൊതിക്കുന്നവരുണ്ടെങ്കിൽ അതിന് ആമേൻ പറ. ആമേൻ സ്തോത്രം. ആരും കണ്ടിട്ടില്ലാത്ത ആത്മതലത്തിൽ എനിക്കൊന്ന് സഞ്ചരിക്കണമല്ലോ. ഏതെങ്കിലും ഒരു തലമുറ കണ്ടെങ്കിൽ ആ തലമുറ പോലാകാനല്ല, നീ ഒരു ഡിഫറന്റ് ആണെന്ന് ആമേ മനസ്സിലാക്കുക. യേശുവിന്റെ നാമത്തിൽ ആമേ. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവി പറയാ, ആമേ സ്തോത്ര, കർത്തൃസന്നിധി പ്രവേശിക്കപ്പെട്ട TB ജോഷുവെ പോലെ എനിക്ക് ആകണമെന്നുള്ളതല്ല പറയേണ്ടത്, എനിക്ക് ഞാനാകണം. എൻ്റെ മേൽ ആമേ സ്തോത്രം പറഞ്ഞാട്ട് എനിക്ക് എൻ്റെ മേൽ കിടക്കുന്ന അധികാരം പുറത്തു വരണം, എൻ്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന പ്രോജക്റ്റ് പുറത്തു വരണം. നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വാറ്റത്വങ്ങൾ എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ ഒരു അഭിഷിക്തന്മാരോടുള്ള ശുശ്രൂഷിക്കുന്ന ഒരു അധികാരം എൻ്റെ മേൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പേരുകളുടെ മേൽ അത് ചലനമാകട്ടെ, നിങ്ങളുടെ വാറ്റത്വങ്ങളുടെ മേൽ അത് ചലനമാകട്ടെ. ഇന്ന് രാത്രി അത് സ്വീകരിക്കുവാൻ റെഡിയാകട്ടെ. ഹോളി ഫാദർ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറയുക, ദൈവത്തെ ചലിപ്പിക്കുന്ന വാക്കുകൾ പറയുക. കർത്താവേ, ഈ രാത്രിയിൽ അധികാരത്തിനകത്ത് കയറി നിന്നുകൊണ്ട് ഈ ജനത്തെ നോക്കി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ആരും കണ്ടിട്ടില്ലാത്ത ഒരു ആത്മതലം ഇവരുടെ മേൽ തുറക്കണം. ഇന്ന് എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ചിലരുടെ സ്പിരിച്വൽ തലങ്ങൾ ചേഞ്ച് ആകാൻ പോകുന്നു, ചിലരുടെ സ്പിരിച്വൽ തലങ്ങൾ ചേഞ്ച് ആകാൻ പോകുന്നു. അത് ഒരു പക്ഷേ ഇന്ന് രാത്രി ടു നൈറ്റ് നീ ഉറങ്ങുമ്പോൾ നീ ചില വിഷൻസുകൾ കാണാൻ തുടങ്ങും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില തലങ്ങളിനകത്തേക്ക് ദൈവം നിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു വാക്ക് ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. റമസ്യാന്തരെ ഇത് പറയുമ്പോൾ തന്നെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ബ്ലോക്കായി കിടക്കുന്ന ചില വ്യക്തികളുടെ വിഷയത്തിനകത്തുള്ള ബ്ലോക്കുകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. ഈ ഓഗസ്റ്റ് മാസം നിന്റെ വിടുതലിന്റെ മാസമായിരിക്കും. വരുന്ന ഓഗസ്റ്റ് മാസം ചിലർ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് മാറ്റങ്ങൾ ചലിക്കപ്പെടാൻ പോകുന്ന, ഒരു ചേഞ്ചസ് നടക്കാൻ പോകുന്ന മാസമായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ചിലർക്ക് വേണ്ടിയിട്ട് ദൈവം പർട്ടിക്കുലറായ ഒരു ഡേറ്റ് ദൈവം തരും. ആ ഡേറ്റ് നിന്റെ ബ്രേക്ക് ത്രൂ ഡേറ്റ് ആയിരിക്കും. നീ കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തുള്ള റിസൾട്ട് ഉണ്ടാകാൻ പോകുന്ന, നിന്റെ തലമുറയുടെ ഭാവി സംബന്ധമായ ബ്രേക്ക് ത്രൂ വെളിപ്പെട്ട് വരുന്ന ചില മാസം ഡേറ്റുകൾ നിന്റെ മുമ്പിൽ അടുത്തു വന്നിരിക്കുന്നു. ചില നിയോഗങ്ങൾ സംഭവിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പ്രാർത്ഥിക്കുന്നു. എവിടെയോ വഴി സംബന്ധമായി വഴിയുമായി ഒരു ഓപ്പണിംഗ് ഇല്ലാതെ അടഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുന്ന വ്യക്തി എന്റെ കർത്താവിന്റെ മുമ്പിൽ കാണിക്കുന്നു. അവരോട് ദൈവാത്മാവ് പറയുന്നു, കിണറ് പൊങ്ങുക എന്ന് പറയുന്നത് പോലെ ചിലത് നിന്റെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി കുടുംബങ്ങളുടെ മേൽ ദൂത് സംഭവിക്കപ്പെടട്ടെ, വ്യക്തികളുടെ മേൽ രാത്രി സംഭവിക്കപ്പെടട്ടെ. ആത്മാവിൽ ഞാൻ പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷക്തൻ ജോൺസൺ പാസ്റ്ററെ നോക്കി പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു. സാധാരണമായത് ബോംബെയിൽ ദൈവം പിടിച്ചെടുക്കട്ടെ. പൂനെക്കകത്ത് ഉണർവിനെ കൊണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉണർവിന്റെ ഹബ്ബായി മഹാരാഷ്ട്രയുടെ ഉണർവ്
ഉണർവിന്റെ ഹബ്ബായി താൻ ആയിരിക്കുന്ന സ്ഥലത്ത് ചലനം ഞങ്ങൾ നടക്കട്ടെ. ഷാക്കാറബ, ആ പേരിന്റെ മേൽ ഞാൻ ബ്ലെസ്സിങ്ങിനെ അയക്കുന്നു. ആ പേരിന്റെ മേൽ ഞാൻ ബ്ലെസ്സിങ്ങിനെ അയക്കുന്നു. ആർക്കും പിടിച്ചടക്കാൻ പറ്റാത്ത അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം പാഞ്ഞിറങ്ങുന്നത് പോലെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആ ദേശത്ത് മൂവ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ഗ്രാമങ്ങൾ, ആ പട്ടണങ്ങൾ, ആ ദേശങ്ങൾ, ആ ഏരിയകൾ ഒരു സ്പിരിച്വൽ മൂവ്മെന്റുകൾ നടക്കട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ നോക്കി പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പോകുന്നിടത്ത് അസാധാരണ മൂവ്മെന്റ് നടക്കണം. സഭയ്ക്കകത്ത് നടക്കണം, സഭകളിൽ അത് നടക്കണം. യേശുവിന്റെ നാമത്തിൽ ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകമായി പിതാക്കന്മാർ ചലിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്ക് മീറ്റിംഗ് നിർത്താൻ പോലും തോന്നാത്ത പോലും ഒരു ദൈവസ്ഥാനത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ. അപ്പോൾ പക്ഷേ എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി ഭയങ്കര ഡൗൺ ആയി വരുന്നത് അതുകൊണ്ടാണ്. എങ്കിലും കർത്താവിൻ്റെ ഭയങ്കര പ്രസൻസ് നിങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ ഇച്ചിരി നേരമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. ഭയങ്കര ഡെലിവറൻസുകൾ നിങ്ങളുടെ അടുത്ത മണിക്കൂറുകൾ, ദിവസത്തിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നു. സംതിങ് ആമേൻ. സഹോദര ഹല്ലേലൂയ. ഞങ്ങളുടെ അച്ഛനും ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലേ, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. ആമേൻ. സഹോദര ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ലാസർ അച്ഛനും ഇതിനകത്ത് കണ്ടു, ഞങ്ങളുടെ ചർച്ച് മെമ്പറാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു അഭിഷക്തന്മാരെ, താങ്ക് യു ദൈവമക്കളെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. താങ്ക് യു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, വിശ്വസിക്കുന്നവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി? വിശ്വസിക്കുന്നവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവൻ വായടച്ചു വെക്കത്തില്ല. ഹല്ലേലൂയ. അവന്റെ വായിൽ എപ്പോഴും പുതിയ ശബ്ദങ്ങൾ, പുതിയ വാക്കുകൾ. ആ വാക്കുകളുടെ മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേകം ചലിക്കും. ഹല്ലേലൂയ. വെളിപ്പാടുകളുടെ മേൽ സംസാരിക്കാനിടയായി തീരും. അവിടെ ദൈവപ്രതി വെളിപ്പെടയായി തീരും. ഹല്ലേലൂയ. ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളാണെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പറയുന്നു, നാം സാധാരണക്കാരല്ല, ഹല്ലേലൂയ, അസാധാരണക്കാരാണ്. ഹല്ലേലൂയ. അതേ, സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാ ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതേ, ദൈവത്തിന്റെ ഫേവർ ഇന്ന് രാത്രി ദൈവജനത്തിന്റെ മേൽ അയച്ചിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. അതേ, നാം പറയുന്ന പ്രാർത്ഥനാമുറിയിൽ നാം പറയുന്ന വാക്കുകളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെക്കുന്നല്ലോ. ഹല്ലേലൂയ. അതേ, മോശയുടെ വലം കൈക്കൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വന്ന് ആ ദൈവപ്രതി വെളിപ്പെടുത്തെങ്കിൽ ഇന്ന് രാത്രികാലം നാം പറയുന്ന വാക്കുകളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ധൈര്യപ്പെടാൻ രാത്രികാലം. ഹല്ലേലൂയ. ആ വചനത്തെ അതുപോലെ നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. അതുപോലെ ഏറ്റെടുക്കാം. നാം പറയുന്ന കൊച്ചു വാക്കുകളായിരിക്കാം, വചന ശബ്ദങ്ങളായിരിക്കാം, അതിനുമേൽ ദൈവം ഇറങ്ങി വരുന്നല്ലോ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനത്താൽ ഒരു വലിയ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, സഭകളിൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഈ ജൂലൈ മാസം പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളുടെ വലിയ നിവർത്തികൾ ഹല്ലേലൂയ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ. കാരണം എന്റെ ദൈവം ഭോഷ്കു പറയുന്നവനല്ല, മാറ്റി പറയുന്നവനല്ല. ഹല്ലേലൂയ. വാതെ പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ധൈര്യത്തിലിരിക്കുക, ധൈര്യപ്പെടാം. ഹല്ലേലൂയ. അതേ, സ്തോത്രം. ചിലർക്ക് സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കാറ്റ് കാണില്ല, മഴയും കാണില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിന് ചില കുഴികളെ കുഴിക്കുന്നിടത്ത് ദൈവം നിറയ്ക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. അതേ, കരങ്ങളെ കേൾപ്പി കണ്ണുകടക്കി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവ ശബ്ദത്തിനായി നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അത് ഈ സ്തോത്രം. ദൈവത്തിന്റെ ദാസൻ കൂടെ ദൈവീയ ദൂതുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ 5-ാം ദിവസം കേട്ട ദൂതുകൾ, കഴിഞ്ഞ ദിവസം 4 ദിവസം കേട്ട ദൂതുകളുടെ കണക്ഷനെ കേട്ടത് യാതൊരു മാറ്റമില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. ചിലർക്ക് ചില മാറ്റങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ ഹല്ലേലൂയ, അതേ സ്തോത്രം, ഒരു സ്പിരിച്വൽ അപ്ഡേഷൻ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. വലിയ മാറ്റങ്ങൾ ആത്മീയമായും ഭൗതികമായും മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും ഹല്ലേലൂയ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി, നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറമായി താമ്പരം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. അതേ സ്തോത്രം. സ്വപ്നം കാണുന്നവരെ പോലെ ഹല്ലേലൂയ ചിലർക്ക് ചെയ്യാൻ പോകുക. ചിലരുടെ പേരുകളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കാൻ പോകുക. ഹല്ലേലൂയ. അത് ശക്തമായി പറഞ്ഞല്ലോ, ചില പേരുകളുടെ മേൽ ഹല്ലേലൂയ, ചില പേരുകൾ കേൾക്കുന്നിടത്ത് പൈശാചിക അധികാരങ്ങൾ വിറയ്ക്കണം. ഹല്ലേലൂയ. ദേശത്ത് വ്യാപരിക്കുന്ന ചില അന്ധകാര ശക്തികൾ വിറയ്ക്കണം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഇവൻ ദൈവദാസനാണ്, ഇവൻ ദൈവപുരുഷനാണ്, ഇവന് മേൽ ദൈവീയ അഭിഷേകമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതേ അന്ധകാര ശക്തി വിറയ്ക്കുന്ന മണ്ഡലമായി തീരട്ടെ. കരങ്ങളെ കേൾപ്പിക്കാം, കണ്ണുകടക്കി നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊടുക്കുന്ന പ്രിയ മാത്യു ജോർജ്, മാത്യു ജോർജ് ദയവായി കേൾക്കണമെന്നുള്ള ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. Praise the Lord. Hallelujah. Sotram, 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 Sotram. Praise the Lord. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ദൈവത്തെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ കർത്താവ് തന്റെ ബുദ്ധിനെ അവിടുന്ന് ഇടയാക്കിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. തോന്നുന്നു ദൈവം അനുഗ്രഹിക്കണമേ, അങ്ങ് ദൈവം ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമീൻ. ജീവിതത്തിൽ കർത്താവെ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ വിടിവിച്ച് ആശ്വാസവും ആരോഗ്യവും ബലവും വിടുതലും കർത്താവ് കൽപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഏറിയ പ്രത്യാശ കർത്താവ് വിനയം നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനെ സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ഒരുക്കിയ ബലത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിന്നെ ശക്തീകരിക്കണമേ കർത്താവെ. അനേക ജീവിതങ്ങളെ കർത്താവെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കർത്താവ് തന്റെ വൃദ്ധിനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ധന്യമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സ്പഷ്ടമായി അങ്ങ് സംസാരിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. തുറന്നും കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവെ, ദൈവകൃപകരമേ, തുറന്നുള്ളതായ അമിത ദിവസങ്ങളും കർത്താവിന്റെ സാന്നിധ്യവും കൃപയും അനുഭവിച്ചറിയുവാനിടയാക്കണമേ. കർത്താവെ, സ്തോത്രം. ഈ സൂം മീറ്റിംഗിൽ കൂടി പങ്കെടുക്കുന്ന എല്ലാ തന്റെ വൃദ്ധന്മാർക്കായി, ദൈവമക്കൾക്കായി, ആമെങ്കിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ, തന്റെ കൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായി എല്ലാ വിടുതലും കർത്താവ് നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി ശക്തിയോടെ ആമീൻ ധൈര്യത്തോടെ മുന്നേറുവാൻ ഈ നാളിൽ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇതിലിടുവാൻ കർത്താവേതര ബുദ്ധിനെയും കർത്താവ് കരയെടുത്ത് ഉപയോഗിക്കുന്നു. ഓർത്ത് സ്തോത്രം. കർത്താവിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. കൃപകളാലും നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസവും ഇപ്പോഴെപ്പോഴും നവാർത്ത പ്രാപ്തി സകലവിഷയങ്ങളുടെമേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇനി തമ്മിൽ കണ്ടുമുട്ടും വരെയും കർത്താവിന്റെ നാമത്തെ അവരോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് രാത്രികാലം അനുഗ്രഹിക്കട്ടെ.